എന്ന് പറയുകയാണ്. താങ്ക് യു. തുടർച്ചയായിട്ട് മീറ്റിംഗിൽ പങ്കെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയം നമ്മുടെ ഇപ്പൊ നടക്കുന്ന ഡെയിലി റിഫ്ലക്ഷനുമായിട്ടൊക്കെ ബന്ധമുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷനുമായിട്ടും ഇന്നലത്തെ ഡെയിലി റിഫ്ലക്ഷനും ഒക്കെ വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. കാരണം എനിക്ക് മോചനമുണ്ടായി, ഞാൻ ഐക്യത്തിലേക്ക് വരാൻ, അതേപോലെ സേവനത്തിലേക്ക് ഇറങ്ങാൻ, ഈ മൂന്ന് കാര്യങ്ങളും നടക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റു മനുഷ്യരെ അവരായി ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും പ്രാധാന്യമാണ്. നമ്മുടെ പ്രാഥമിക ഉദ്ദേശം തന്നെ ഈ സന്ദേശം മറ്റുള്ളവർക്ക് കൊടുക്കുക. മറ്റുള്ളവർ എല്ലാ ഭാഗങ്ങളിലും മറ്റുള്ള മനുഷ്യർ കടന്നു വരുന്ന ഒന്നാണ് നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മ. അപ്പൊ നമ്മളും കുടിക്ക് കാരണമായി പലപ്പോഴായി പറഞ്ഞിരുന്നതും മറ്റുള്ള ആളുകളാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ രസം. ഇത് എടുത്തിട്ടുള്ളത് ഒരു മദ്യാസക്തൻ വേറൊരു മദ്യാസക്തനെ വിലയിരുത്തുകയോ എന്നുള്ള ഡെയിലി റിഫ്ലക്ഷൻ. അതേപോലെ നമ്മുടെ തന്നെ മൂന്നാമത്തെ പാരമ്പര്യത്തിന്റെ ഭാഗമായ ലിറ്ററേച്ചറിലെ 141 പേജിലുണ്ട്. നമ്മള് ലാളിത്യമാർന്ന മൂന്നാം പാരമ്പര്യം എന്താണ്? കുടി നിർത്തണം എന്ന ആഗ്രഹം മാത്രമാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അംഗത്വം. ഒരാള് അംഗാണെന്ന് പ്രഖ്യാപിച്ചാൽ അയാൾ അംഗാണ്. അയാളെ ആർക്കും ചോദ്യം ചെയ്യാനോ അയാൾക്ക് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അയാളെ ഉപദേശിക്കാനോ ആർക്കും അർഹതയില്ല. എല്ലാവരും തുല്യരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ആൽക്കഹോളിക്കായ ഒരു മനുഷ്യൻ, ഒരു കള്ളുകുടിയൻ രക്ഷപ്പെടാൻ അയാളുടെ രീതിയിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. അയാൾക്ക് മരണശിക്ഷ വിധിക്കുന്നതിന് തുല്യമാണ് അയാൾ ഏതെങ്കിലും തരത്തിൽ നമ്മൾ മാറ്റി നിർത്തുമ്പോൾ എന്ന് നമ്മുടെ പാരമ്പര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഖണ്ഡികയിൽ പറയുന്നുണ്ട്, തന്റെ തന്നെ രോഗിയായ സഹോദരന്റെ ന്യായാധിപനാകാനും ന്യായാധിപ സമിതിയിലെ അംഗമാകാനും ആരാച്ചാരാകാനും ആരാണ് ധൈര്യപ്പെടുന്നത് എന്ന ചോദ്യം. ഇത് ആദ്യം കടന്നു വരുന്നത് പലപ്പോഴും മറ്റുള്ള ആളുകളെ നമ്മൾ വിധിക്കുകയും എന്നാൽ അത് നമ്മൾ ഒറ്റയ്ക്കും ചെയ്യും, കൂട്ടം ചേർന്നും ചെയ്യും, പല രീതിയിൽ തള്ളിവിടും. പക്ഷെ നമ്മളെ മറ്റുള്ളവർ വിധിക്കുന്നതും മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് അഭിപ്രായം പറയുന്നതും ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ വളർച്ചയുടെ ഘട്ടത്തിൽ അല്ലെങ്കിൽ മനുഷ്യൻ പരിണാമത്തിലൂടെ ഇവോൾവ് ചെയ്തു വന്നവരാണ്. അവിടെ തന്നെ അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പരദൂഷണം അടക്കമുള്ള സംഭാഷണങ്ങൾ ഉണ്ടായതും മനുഷ്യന് ഏറ്റവും കൂടുതൽ ഇന്ന് ഭാഷ ഉണ്ടായത് എല്ലാം നമ്മുടെ അതിജീവനത്തിന് വളരെയധികം സഹായകരമായ ഒന്നാണ്. അതേപോലെ തന്നെയാണ് ഈ ജഡ്ജ്മെന്റ് ആവുക മറ്റുള്ളവരെ കുറിച്ച് എന്നുള്ളത്. ആ രീതിയിൽ വരുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മുടെ വളർച്ച, നമ്മുടെ ഉള്ളിലെ കുഴപ്പങ്ങൾ, ഇതെല്ലാം ഈ മനോഭാവത്തിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനം. ഇപ്പൊ എന്നെ പോലൊരു മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം മദ്യത്തിന്റെ കാര്യത്തിലും ഈ സ്വഭാവം കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഈ ആദ്യമായിട്ട് മദ്യം രുചിക്കുന്ന സമയത്ത് വല്ലാത്തൊരു സുഖം തലയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ സുഖം തലയ്ക്ക് കിട്ടിക്കഴിഞ്ഞപ്പോ വീണ്ടും വീണ്ടും ആ ഒരു അനുഭൂതി ഉണ്ടാകണമെന്ന ആഗ്രഹത്താൽ മദ്യത്തിലേക്ക് പോയ ഒരാളാണ്. ഒരു തവണ നമുക്കൊരു സുഖം കിട്ടി, ആ സുഖത്തെ വീണ്ടും തേടണം എന്ന ആഗ്രഹം ഉണ്ടായി. അങ്ങനെയാണ് വീണ്ടും മദ്യത്തിലേക്ക് പോകുന്നത്. അപ്പൊ ആദ്യം കിട്ടിയ ഒരു സുഖം, ഈ സുഖം നിലനിർത്താൻ പറ്റും. കുറെ കാര്യങ്ങൾ രസകരമായി മദ്യം കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. പല കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. പക്ഷെ മദ്യം വന്നു കഴിഞ്ഞാൽ ഭയങ്കര രക്തയോട്ടാണ്, ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, കാര്യങ്ങൾ ചെയ്യാനൊക്കെ നല്ലൊരു സുഖമാണ്. അപ്പൊ അതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെയും നമ്മൾ സ്വയം ഒരു ജഡ്ജി ആയിട്ട് നമ്മൾ മാറുന്നുണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കറന്റ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മദ്യം കഴിക്കുക എന്നൊരു പ്രക്രിയയാണ്. ഇപ്പൊ മദ്യം കഴിക്കുക, ആ മദ്യം കഴിച്ച് കുറച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന സുഖം ആലോചിച്ചുകൊണ്ടാണ്, ആ ഭാവിയിലേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ മദ്യം കഴിക്കുന്നു. പക്ഷെ പോകെ പോകെ എന്റെയൊക്കെ ജീവിതത്തില് ഈ സുഖം പിന്നീട് കടന്നു വരാതെ ആവുകയും വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞ സാഹചര്യങ്ങൾ മദ്യപാനം കൊണ്ട് ഉണ്ടാവുകയും ചെയ്യാണ്. അവിടെയൊക്കെ ഒരു അനുഭവം ഒരു മനുഷ്യനുണ്ടായി. നമ്മുടെ ബുക്കിൽ ഉദാഹരണം പറയുന്നത്,
തീ കൊണ്ട് പൊള്ളും എന്നറിഞ്ഞാൽ ആ പൊള്ളല് സാധാരണഗതിയിൽ അവിടെ കൈ മാറ്റും. ചെറിയ കുട്ടികളെ പോലും നമ്മൾ പറയാറുണ്ട് വളക്കിലേക്ക് കൈ കൊണ്ടാൽ പിന്നെ ആ കുട്ടി വളക്ക് തൊടില്ല, അതറിയാം പൊള്ളുന്നുള്ളത്. പക്ഷെ മദ്യാസക്തനായ ഞാൻ ആ ചുട്ടുപഴുത്ത സ്റ്റൗവ് വീണ്ടും വീണ്ടും പിടിക്കുകയാണ്. അതിന്റെ കാരണം എന്താണ്? ബാക്കി എന്റെ അനുഭവങ്ങളുണ്ട്. റോഡ് മുറിച്ചു കിടക്കുന്ന ഒരാളെ, പ്രാന്തനായ ഒരാളാ, ഒരു തവണയല്ല പല തവണയാണ് ഈ റോഡ് ഇങ്ങനെ മുറിച്ചു കിടക്കുന്നത്. ഒരു തവണ കാലിന് പരിക്ക് പറ്റി. അത് കഴിഞ്ഞ് ഇല്ല ഇനി എന്നെ കൊണ്ട് ഇനിയും സാധിക്കും, തിരക്ക് പിടിച്ച റോഡാ, വീണ്ടും റോഡ് മുറിച്ചു കടക്കാൻ ഇറങ്ങി. കാലിനും കയ്യിനും പണി കിട്ടി. പക്ഷെ അതൊന്ന് മാറി കഴിയുമ്പോൾ വീണ്ടും ഇനി ഞാൻ കടക്കില്ല എന്നൊക്കെ തീരുമാനം എടുത്താൽ പിന്നെയും തോന്നുകയാണ് എനിക്കിത് കടക്കാൻ പറ്റും. നടുപോയി ഇനി അങ്ങ് നീച്ച് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിലും അവിടെയും ആ റോഡ് മുറിച്ച് കടക്കാനുള്ള പ്രേരണ. അപ്പൊ എപ്പോഴോ ഉണ്ടായിട്ടുള്ള സുഖം, ആ സുഖം കിട്ടും എന്ന് ഞാൻ സ്വയം എന്റെ ഉള്ളിൽ കരുതുകയാണ്. തലച്ചോറിനെ ആ രീതിയിലേക്ക് പറഞ്ഞുകൊണ്ടാണ് മദ്യത്തിലേക്ക് കടന്നു പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ എത്ര തന്നെ മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടും മദ്യത്തിന്റെ കാര്യത്തില് മദ്യാസക്തനെ കുടിക്കുക എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാനായി സാധിക്കുന്നില്ല. ഇവിടെ മറ്റാളുകൾ ഈ കുടിയെ കുറിച്ച് കംപ്ലൈന്റ് പറയുന്നത് ഇഷ്ടമല്ല. പലപ്പോഴും ദേഷ്യ നമ്മുടെ കുടിയെ വിമർശിക്കുന്ന ആൾക്കാരെ നമുക്ക് ഇഷ്ടമല്ല. പല ആളുകളാണ് ഈ കുടിക്ക് കാരണം എന്ന് പറയുന്നവരും നമ്മൾ അതുകൊണ്ടാണ്. അവനെന്നും പ്രാഗാണ്, എന്നെ കുറ്റപ്പെടുത്തുകയാണ്, എന്നെ ഈ രീതിയിൽ പറയുകയാണ്. നമ്മൾ ഇങ്ങനെ ആവശ്യപ്പെടലുകൾ മറ്റുള്ളവരോട് നടത്തിക്കൊണ്ടിരിക്കും. എന്റെ വിഷമം നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ്, ഞാൻ എന്തിനാ കുടിക്കുന്നതെന്നറിയോ? ഇവിടങ്ങളിലൊക്കെ ഇതാണ്. മറ്റുള്ളവരുടെ വാക്കുകളും അവരുടെ ജഡ്ജ്മെന്റുകളും നമുക്ക് വിഷയമായിരുന്നു. നമ്മൾ അതൊക്കെ കുറ്റം പറഞ്ഞു. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നീ നന്നാവില്ല എന്ന് പറഞ്ഞ ആൾക്കാരോട് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഞാൻ കുറച്ചു കാലം പിടിച്ചു നിന്നിട്ടുണ്ട്. അവർക്കൊക്കെ എന്നെ പുച്ഛാണ്. എന്നിട്ട് ഞാൻ ചില കോട്ടുകളൊക്കെ എടുത്തെഴുതും. കുടി നിർത്തിയിട്ടുള്ള ആ ഗ്യാപ്പ് ഉണ്ടാവും ഒരു 6 മാസക്കാലം. ആ 6 മാസക്കാലത്ത് ഇതാ എന്താ പറയാ, ചെറിയൊരു ചാരത്തിൽ നിന്ന് കയറി വന്ന് വലിയൊരു വെളിച്ചമായി മാറാൻ പോകുന്നു എന്ന് പറഞ്ഞ മോട്ടിവേഷണൽ കോട്ടുകളും, നിങ്ങൾ ചവിട്ടിത്താത്തിക്കോളൂ, ഞാൻ അവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന സൂര്യനാണ്. സ്വയം നമ്മൾ തന്നെ നമ്മളെ പൊക്കി പറയുന്ന പരിപാടികളൊക്കെ നടത്തിയോ? കാരണം എന്താ? മറ്റുള്ളവർ എന്നെ വിധിച്ചു, ആ വിധിക്കെതിരെ ഞാൻ പ്രവർത്തിക്കുന്നതാണ്. ഒന്നും നടന്നില്ല. ആ എഴുതിയിട്ട മോട്ടിവേഷണൽ കോട്ടുകളൊക്കെ എന്നെ നോക്കി പല്ലിളിച്ചു എന്നല്ലാതെ ഞാൻ വീണ്ടും വീണ്ടും മദ്യത്തിലേക്ക് പോയി എന്നുള്ളതാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മയിൽ എത്തുകയും അവിടെ നിന്ന് എന്റെ ധാരണകളെ മാറ്റി നിർത്തിക്കൊണ്ട്, മദ്യത്തിനെതിരെയുള്ള എന്റെ വിധികൾ മാറ്റി നിർത്തിക്കൊണ്ട് ചില നടപടികൾ എടുക്കാനും, പരിപൂർണമായിട്ട് പരാജയം സമ്മതിക്കാൻ, ആദ്യത്തെ പെഗ്ഗാണ് കുഴപ്പം, അത് കഴിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ചില നടപടിക്രമങ്ങൾ കുടിക്കാതിരിക്കുമ്പോഴും ഞാൻ പാലിക്കേണ്ടതുണ്ട് എന്നൊക്കെ അറിഞ്ഞുകൊണ്ടാണ് മദ്യത്തെ മാറ്റി നിർത്താനായിട്ട് വൺ ഡേ അറ്റ് എ ടൈമിലൂടെ മാറ്റി നിർത്താൻ കഴിഞ്ഞ്. വീണ്ടും ഉണ്ടാകുന്ന കുടിക്കെതിരെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി പഠിപ്പിച്ചു തന്നത് കൂട്ടായ്മയാണ്. പക്ഷെ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയാണ് പിന്നീട് ഈ ജഡ്ജ്മെന്റിന്റെ കാര്യങ്ങൾ കടന്നു വരുന്നത്. നമ്മൾ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്നു, കുറച്ചു കാലം സോബറായിട്ട് നിൽക്കുന്നു. ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞു 2 പടി പ്രവർത്തനത്തെ കുറിച്ചൊക്കെ വിശദമായിട്ട് വിഷയാവതരണം ഉണ്ടായി. മദ്യപിക്കാതിരിക്കുന്നു, മറ്റുള്ള ആളുകളെ സഹായിക്കാനും മറ്റുള്ള പ്രവർത്തനങ്ങൾക്ക് നിൽക്കും. ഇവിടങ്ങളിലൊക്കെ ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷനിൽ പറയുന്ന ഐക്യപ്പെടാൻ നമുക്ക് ആദ്യം മോചനം ഉണ്ടാവണം. ആ മോചനം മദ്യപിക്കാതിരിക്കുക മാത്രമാണോ എന്നുള്ളത് ഞാൻ ഉത്തരം പറയേണ്ടതാണ്. മദ്യപിക്കാതിരുന്ന സമയത്ത് കൃത്യമായ മോചനം എനിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പിന്നീട് കണ്ടെത്തി. മദ്യം കഴിച്ചിട്ടില്ല, എന്റെ ബാക്കി ഭാഗങ്ങളിലൊന്നും മാറ്റം വന്നിട്ടില്ല. അവിടെയൊക്കെ എന്റെ ഈ ബുദ്ധി ഉണ്ടായിരുന്നു. അവിടെ എല്ലാം എന്റെ ബുദ്ധിക്ക് കളിക്കുന്ന പരിപാടി നടത്തുകയും, അപ്പൊ പിന്നെ ഐക്യത്തിൽ നിൽക്കാൻ പറ്റുമോ? ഐക്യത്തിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്റെ അഭിപ്രായം പറയാതിരിക്കലല്ല കേട്ടോ ഐക്യം. അതൊന്ന് വേറൊരു സുഹൃത്ത് പറഞ്ഞു, നമുക്ക് പല പ്രശ്നങ്ങളും ഗ്രൂപ്പുകളിലും ഒക്കെ ഉണ്ടാവും. നമ്മുടെ കൂട്ടായ്മയുടെ ഉള്ളിൽ തന്നെ ഇപ്പോൾ ഓൺലൈൻ മീറ്റിംഗ് ആയിക്കോട്ടെ, ഫിസിക്കൽ മീറ്റിംഗ് ആയിക്കോട്ടെ, അവിടങ്ങളിൽ തെറ്റായ പ്രവൃത്തി നടക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാതെ ഞാൻ ഐക്യപ്പെടുക എന്നൊന്നല്ല അർത്ഥം. തീർച്ചയായിട്ടും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പാരമ്പര്യങ്ങൾ ലംഘിക്കപ്പെടുന്ന ഇടങ്ങളിൽ അത് കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയും ആ ചൂണ്ടിക്കാണിക്കലും ആ മറ്റു കാര്യങ്ങളും വ്യക്തിപരമായ വിരോധമായി കൊണ്ടുപോകാതെ ആ വ്യക്തിയെ പൂർണ്ണമായി റദ്ദ് ചെയ്ത് മാറ്റി നിർത്തി, അയാളുടെ മീറ്റിങ്ങിന് ഞാൻ പങ്കെടുക്കില്ല, അയാൾ ഇരിക്കുമ്പോൾ ഞാൻ കയറില്ല, ആ ഇന്ന സ്ഥലത്തേക്ക് ഞാൻ പോകില്ല
അതും എയുടെ പാരമ്പര്യങ്കരാണ്. അതെനിക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഞാൻ പടികളെ കൃത്യമായും എൻ്റെ ജീവിതത്തിൽ, പടികൾ എന്ന് പറയുന്നത് അങ്ങനെ ചെയ്തു തീർക്കുന്ന പരിശീലിച്ചെടുക്കുന്ന ഒന്ന് മാത്രമല്ല, അത് സ്വായത്തമായി ജീവിതത്തിന്റെ ഓരോ പ്രവൃത്തിയിലും കടന്നു വരണം. അപ്പോഴാണ് ഞാൻ മോചനം നേടിയോ എന്ന ചോദ്യത്തിന് അർത്ഥമുള്ളൂ. അങ്ങനെ മോചനം ഉണ്ടാകുമ്പോ എന്തുണ്ടാവും? ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പാരമ്പര്യങ്ങളെ പരിശോധിക്കാൻ പറ്റും. പാരമ്പര്യങ്ങളെ പരിശോധിച്ചു കഴിഞ്ഞാലാണ് ഈ തത്വങ്ങൾ എല്ലാ വ്യവഹാരങ്ങളിലും പാലിക്കുക എന്ന പരിപാടി നമുക്ക് വരുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അതല്ലെങ്കിൽ ഞാൻ പുറപ്പുറത്ത് കയറി നിന്ന് വെടിവെക്കുന്നവനായിട്ട് മാറും. എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മയിൽ നിന്ന് സേവനത്തെ പറയുന്ന രീതിയിലേക്ക് പലപ്പോഴും പറയാറുണ്ട്. പടികൾ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ആത്മപരിശോധന നടത്തി എനിക്ക് മോചനം നേടാനാണ്. എൻ്റെ ആത്മീയ രോഗം മദ്യപിക്കാതിരിക്കുമ്പോൾ എനിക്ക് കുറെ കുഴപ്പങ്ങളുണ്ട്. അപ്പൊ അതിന് ഞാനൊരു പരിഹാരം കണ്ടെത്തുന്നു. പാരമ്പര്യങ്ങൾ ഐക്യപ്പെടാനാ. എങ്ങനെ ഐക്യപ്പെടുക? പല രീതിയിലായി കുടിയന്മാര്. നമ്മളെ മരിച്ചുപോയ ഒരു പഴമക്കാരൻ പറയും, ഇവിടെ പാമ്പ്, പഴുതാര, തേള്, അണലി, അട്ടക്കൂറ, അടുത്തു കൂടെ പോയാൽ മതി. ചില മൂർഖൻ പത്തിയൊക്കെ വിടർത്തും, പക്ഷെ മൂർഖൻ പെട്ടെന്ന് കൊത്തില്ല. അണലി മറ്റേ സാധനങ്ങൾ അതല്ല, അട്ടക്കൂറ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിങ്ങനെ വളഞ്ഞിരുന്ന് 360 ഡിഗ്രി ചെരിഞ്ഞു വന്ന് കടിക്കും. കടി കഴിഞ്ഞിട്ട് നമ്മൾ അറിയൂ കടിച്ചു എന്ന്. ഇതൊക്കെ ഉണ്ട്. ഇതെല്ലാം പ്രാഥമിക ഉദ്ദേശത്തിലാണ് നിൽക്കുന്നത്. ഇതിന് അണലീനെ മൂർഖനാക്കാനോ മണ്ണിരയാക്കാനോ ചേരയാക്കാനോ അല്ലെങ്കിൽ അണലിയെ പോലെ തെറ്റിദ്ധരിക്കുന്ന പല രീതിയിലുള്ളതുണ്ട്. അപ്പൊ അതിലൊരു കൂട്ടത്തിലുള്ള ആളാ ഞാൻ. ഇന്നൊരു സുഹൃത്ത് പറഞ്ഞ പോലെ മെഡിക്കൽ കോളേജിൽ ഒരു വാർഡുണ്ട്. സാധാരണ ഈ മദ്യാസക്തരായ എന്നെ പോലെയുള്ള ആളുകളെ ഇടുന്നത് പ്രാന്തിന്റെ വാർഡിലാണ്. പക്ഷെ ഈ കൂട്ടത്തിൽ എനിക്ക് നിൽക്കണം, ഞാൻ മദ്യപിക്കാതിരിക്കണം, എന്റെ പ്രവർത്തനങ്ങൾ പോകണം. അപ്പോഴാണ് ലോകസേവനം എന്ന് പറയുന്ന സങ്കല്പങ്ങളൊക്കെ വരികയും ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്ന രീതിയിലേക്ക് എനിക്ക് പ്രവർത്തിക്കാനും പറ്റും. അപ്പോഴാണ് എന്റെ സുബോധത്തിന് തിളക്കമുള്ളതായി പോകും. അല്ലാന്നുണ്ടെങ്കിൽ കുറേ കുഴപ്പങ്ങൾ ഉണ്ടായിത്തീരും. അപ്പൊ അവിടെ ഞാൻ നടത്തിയിട്ടുള്ള വിധികളെ കുറിച്ച് നോക്കാം. ആദ്യകാലത്ത് പ്രോഗ്രാമില് ആവാതിരിക്കുകയും ലിറ്ററേച്ചറൊക്കെ വായിക്കാറുണ്ട്, ലിറ്ററേച്ചറിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി എന്നുള്ള ധാരണയിൽ നടക്കുകയും ഈ പടികൾ പലപ്പോഴും പറയാറുണ്ട്. പടികൾ അങ്ങനെ എഴുതി ചെയ്തുകൊണ്ടോ അതല്ലെങ്കിൽ ഞാൻ പടികളെ കുറിച്ച് വായിച്ച് മനസ്സിലാക്കിയത് കൊണ്ടോ പടികളെ കുറിച്ച് ഞാൻ സംസാരിച്ചത് കൊണ്ടോ എനിക്ക് പ്രയോജനം ഉണ്ടാവുമോ? എനിക്ക് എങ്ങനെ പ്രയോജനം ഉണ്ടാവുക? ഞാൻ മനസ്സിലാക്കിയ കാര്യം ഞാൻ അപ്ലൈ ചെയ്യണം. ആ അപ്ലൈ ചെയ്യാൻ തന്നെയാണ് ഡെയിലി മീറ്റിങ്ങിന് കയറുക. പലപ്പോഴും പറയും ഇത് അപ്ലൈ ചെയ്താൽ പിന്നെ മീറ്റിങ്ങിന് കയറണം. അപ്ലൈ ചെയ്താലാണ് മീറ്റിങ്ങിന് കയറുക. അത് എപ്പോഴാ? ഓരോ വർഷം കഴിയുന്തോറും ഞാൻ കൂടുതൽ കൂടുതൽ എളിമപ്പെട്ട് വന്നുകൊണ്ടേയിരിക്കും. എനിക്ക് മനസ്സിലാവും. ഇത് ഒരു ദിവസം നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയാറുണ്ട്, എത്ര ദിവസം പല്ല് തേച്ചു എന്നത് വിഷയമല്ല, പക്ഷെ ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ചില്ലെങ്കിൽ വായ നാറും. പേയുടെ പ്രോഗ്രാമും അതേപോലെയാണ്. അത് ഒരു ദിവസത്തെ പരിപാടിയാണ്. ഞാൻ മനസ്സിലാക്കിയ പടികൾ ഓരോ ദിവസവും പ്രവർത്തിക്കേണ്ടതാണ്. അതല്ലാതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ആത്മീയ രോഗം എൻ്റെ ഒപ്പം ഉണ്ട്. അടിമുടി അങ്ങ് മാറ്റം വരുത്തി എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റിയല്ല, എന്നെ തിരിച്ചറിഞ്ഞ് എൻ്റെ കുഴപ്പങ്ങൾ അറിഞ്ഞ് എങ്ങനെ എനിക്ക് ഈ സമൂഹത്തിൽ പ്രയോജനപ്രദമായി ജീവിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അതിനു മുന്നേ ഉള്ള കുഴപ്പങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അവിടെ വിധികളാണ്. അപ്പൊ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മയിൽ സഞ്ചരിക്കുന്നു. ജീവിതം എല്ലാ തരത്തിലും നഷ്ടപ്പെട്ട് ചായ കുടിക്കാൻ കാശില്ലാതെ എങ്ങനെയെങ്കിലും വിളിക്കുന്ന ആളുകളോടൊക്കെ ഒരു ജോലി അന്വേഷിച്ച് കടന്നു വന്ന ഒരാളാണ് ഞാൻ. എങ്ങനെയെങ്കിലും മേല് വരുന്നത് തന്നെ എന്റെ ഉദ്ദേശം കടി നിർത്താനൊന്നല്ല. കാരണം കള്ളൊക്കെ കൂടിയൊക്കെ ഞാൻ നിർത്തി. എനിക്ക് ഏടെ സഹായം വേണ്ട, ഏക്കാരെ യൂസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും നേടാം എന്ന് പറഞ്ഞു വന്ന ആളാ ഞാൻ. അല്ലാണ്ട് ഏന്ന് സുബോധം നേടാം, ഏന്ന് നല്ലൊരു ജീവിതം ഉണ്ടാക്കാം, ആത്മീയ രോഗമാണ് ഒന്നും പറഞ്ഞിട്ടല്ല. ഈ ആത്മീയ രോഗം തന്നെയാണ് ഈ ചിന്തകളെ. ഞാൻ ആരാ? മോൻ എന്ന ഭാവം. എനിക്കെല്ലാം അറിയാം, ഏടെ സഹായം ഒന്നും എനിക്ക് വേണ്ട, ഞാൻ വേണമെങ്കിൽ ഏക്ക് സേവനം ചെയ്യാം, ഈ മനോഭാവമായിരുന്നു. അപ്പൊ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയുകയും ബിഗ് ബുക്ക് 3 തവണ വായിക്കുകയും ഈ അറിഞ്ഞതും പകുതി അറിഞ്ഞതുമായ കാര്യങ്ങൾ വിളിച്ചു പറയുകയും എല്ലാം അറിയുന്ന ആളാണ് എന്ന ഭാവത്തിൽ നടക്കുകയും ചെയ്ത സമയത്ത് ആൾക്കാരെയൊക്കെ സഹായിക്കുന്നു, സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗ് മോഡറേറ്റർ ഉണ്ട് രാവിലേക്ക് 2 മണിക്കൂറോളം.
ആ രീതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരെ വിളിക്കുന്നുണ്ട്, കോൾ ചെയ്യുന്നുണ്ട്, ഭയങ്കരമായ പ്രവർത്തനങ്ങളൊക്കെ കേട്ടോ ഞാൻ ആ സമയത്ത്. അപ്പോൾ ഉള്ള കുഴപ്പം, പുതുതായിട്ട് കടന്നു വരുന്ന ആളുകൾ, ആ പുതുതായിട്ട് ഒരു എക്കാരൻ കടന്നു വരുന്നു. സ്വാഭാവികമായിട്ട് അയാളുടെ രീതിയിൽ സംസാരിക്കും. പല രീതിയിലാണ് ഈ മദ്യാസക്തരുണ്ടാവുക. അതിൽ തന്നെ കുറെ ആളുകൾ ഓവറായിട്ട് വർത്താനം പറയുന്നവരുണ്ടാവും, ചിലരധികം മിണ്ടാത്തവരുണ്ടാവും. അപ്പോ അമിതമായി വർത്താനം പറയുകയും ഈ കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ പഠിക്കാൻ തയ്യാറാവാതെ നമ്മൾ ഒന്ന് പറയുമ്പോൾ മൂന്നെണ്ണം തിരിച്ചു പറയുകയും ചെയ്ത ആളുകളെയൊക്കെ ഞാൻ ആ സമയത്ത് കണ്ടുമുട്ടി. നമ്മൾ അവരെ സഹായിക്കുകയാണ് എന്ന ഭാവേന അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു കോളിലൊക്കെ. ഉടൻ തന്നെ ഈ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അവിടെയാണ് ഞാൻ ഓൾറെഡി അതിന്റെ വിധി പ്രസ്താവിച്ചു, ജഡ്ജിയായി മാറി. അവനൊക്കെ ഉണ്ടല്ലോ, ആ ചെങ്ങാതി, ആ എന്താടോ അവന്റെ അവസ്ഥ, അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെന്താ ചെയ്യാ, ഇത് വേറൊരാളെ കൂടി ഒരു സമിതിയിലേക്ക് എടുക്കുക. നമ്മൾ ജൂറി എന്ന് പറഞ്ഞാൽ, ജൂറി എന്നാണ് പദം ജഡ്ജ് കഴിഞ്ഞാല്. ഈ നമുക്കറിയാം, സമിതി ഒരാൾ കൂടി കൂടിക്കഴിഞ്ഞാൽ ന്യായാധിപ സമിതിയായി. പല സ്പെഷ്യൽ ബെഞ്ചുകളൊക്കെ കണ്ടിട്ടില്ല, ഹൈക്കോടതിയിലൊക്കെ ഉണ്ടാവും, രണ്ടുപേരുണ്ടാവും. അതേപോലെ വേറൊരാളെ വിളിച്ചിട്ട് അയാളെയും കൂടി നശിപ്പിക്കുകയാണ്. അയാളോടും കൂടി വിളിച്ചിട്ട് പറയാൻ എപ്പോഴും നമുക്ക് ആള് വേണം, പരദൂഷണം പറയാൻ ആള് വേണമല്ലോ, അപ്പോഴാ സുഖം. ആ ചങ്ങാതി ഉണ്ടല്ലോ, അവൻ രക്ഷപ്പെടുന്ന എനിക്ക് തോന്നുന്നില്ല. എന്താപ്പോ എന്റെയൊക്കെ ഒരു ഹാല്, അയ്യോ സമ്മതിക്കണം അവനെ. എന്താപ്പോ എന്റെ വർത്താനം ഈ രീതിയിലേക്ക്. അപ്പൊ അവിടെ ഒരു മനുഷ്യൻ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വന്നിട്ടില്ല. ഇവിടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മയിലേക്ക് ഞാൻ കടന്നു വന്ന കാലത്ത് ഞാൻ കുടിക്കും എന്ന് പ്രവചിച്ചിരുന്ന, പഴമക്കാരോടുള്ള വാശിക്ക് കുടിക്കാതിരുന്ന ആളാ ഞാൻ. അത് രസകരമായിട്ട് ഞങ്ങളുടെ നാട്ടിലത്തെ ഒരു പഴമക്കാരന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഈ ചെവിയിൽ വെച്ചിട്ട് വാട്സപ്പ് കോള് ചെവിയിൽ വെച്ച് കേൾക്കുക, പുറത്ത് കേൾക്കും, അദ്ദേഹത്തിന് അറിയില്ല. സാങ്കേതിക വിദ്യയൊക്കെ പഠിച്ചു വരുന്നുണ്ടായിരുന്നു. അപ്പോ എന്റെ പേര് പറഞ്ഞു ചോദിച്ചു, അവൻ കുടിച്ചോ, എന്തായി അവന്റെ അവസ്ഥ, വളരെ ചിരിച്ചിട്ടാ ചോദിക്കണേ. സത്യത്തില് ഞാനപ്പോ വല്ലാത്തൊരു ഭാവത്തിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഈ പറയണ സുഖമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അത് കേൾക്കുമ്പോ നല്ല വാശി ഉണ്ടായി. ഈ വിധിക്കലിന്റെ ഒരു കാര്യം അതാണ്, മറ്റുള്ളവർ നമ്മളെ വിധിച്ചാൽ നമുക്ക് വല്ലാതെ ഹേർട്ടാവും. അപ്പൊ ഇത്തരത്തിൽ മറ്റൊരു ആളുടെ അടുത്ത് നിന്ന് വിധിക്കലുകൾ കേട്ട് ആ വിധിക്കലുകൾ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ ഞാനിതൊക്കെ മറന്നുപോകും. ഈ റാഗിംഗ് ഒക്കെ അതാ സംഭവിക്കുക. ഏത് സ്ഥലത്തും ഈ പഴമക്കാരുടെ കുറ്റം പറഞ്ഞ് ഞാൻ നടക്കുമ്പോ എനിക്കുണ്ടാവുന്ന അടുത്ത അപജയം ഇതായിരുന്നു. ഞാൻ ഇതേ പുതുമക്കാരനെ വിധിക്കാൻ തുടങ്ങുക. ഞാൻ എങ്ങനെയായിരുന്നു, എന്റെ അഹങ്കാരത്തെ കുറിച്ചൊക്കെ എന്റെ നാട്ടിലെ പഴമക്കാര് ഞാൻ പിന്നീട് നല്ല രീതിയിലായപ്പോ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും പ്രോഗ്രാമിലേക്ക് നിൽക്കും, നീ എത്തും എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. നിന്റെ ഇരിപ്പും നിന്റെ നടത്തവും അവര് ഓപ്പണായിട്ട് എന്നോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ രീതിയിൽ നടന്നിരുന്ന ഞാൻ ഇതെല്ലാം മറന്നുകൊണ്ട് ഈ പുതുമക്കാരന്റെ ഭാവിയെ കുറിച്ച് പ്രവചിക്കുമ്പോൾ ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു സേവനമാണ് ചെയ്യുന്നത്. ഒരു വിധിയാണത്. ആ പുതുമക്കാരൻ ശരിയാവില്ല, അയാൾ വീഴും എന്ന് മുൻകൂട്ടി തന്നെ പ്രഖ്യാപിക്കുക. അയാൾക്ക് ഏല് നിൽക്കാനായിട്ട് സാധ്യമല്ല എന്ന പ്രഖ്യാപനം. അടുത്ത വിധി എന്ന് പറയുന്നത്, അവന് അടിതട്ടൽ അത്ര ആയിട്ടില്ല. എന്നാ ആലോചിച്ച് നോക്കണേ, ഞാൻ ഇതിന്റെ അളവുകോൽ എടുക്കുന്ന മെഷീൻ എന്റെ കയ്യിലാണല്ലോ തന്നിട്ടുള്ളത്. ഞാനാണല്ലോ ഇതിന്റെ അളവുകോൽ എടുക്കുന്ന തമ്പുരാൻ. എനിക്കെങ്ങനെ അറിയാം? ഏതടിസ്ഥാനത്തിലായി പറയുന്ന ഞാൻ എങ്ങനെയായിരുന്നു? എന്റെ അളവുകോലായിരിക്കുമോ വേറെ ആൾക്ക് ഉണ്ടാവുക? അതേ രീതിയിലാണോ മറ്റുള്ള മനുഷ്യന് കടന്നു വന്നിട്ടുള്ളത്? ഒരിക്കലും പറയാൻ പറ്റില്ല. എന്റെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് വേറൊരാളെ വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും തെറ്റാണ്. പക്ഷെ എവിടെയാണ് പ്രോഗ്രാം പ്രവർത്തിക്കുകയും ആ പ്രവർത്തിക്കാതിരിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമായിരുന്നു. അവൻ കുറച്ചുകൂടിയൊക്കെ അടി തട്ടാനുണ്ട്. ആരൊക്കെയോ പഴമക്കാര് പറഞ്ഞ അടിതട്ടലിന്റെ കഥകൾ കേട്ടുകൊണ്ട് അടിതട്ടലിനെ കുറിച്ചുള്ള ധാരണകൾ, ബില്ല് തന്നെ മറ്റേ നമ്മുടെ മദ്യാസക്തിയെ കുറിച്ചുള്ള കാര്യങ്ങളിൽ
എഴുതിയിട്ടുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മയിൽ തുടക്കത്തിൽ അടിതട്ടിയ ആളുകളാണ് ഈ പ്രോഗ്രാമിലേക്ക് എത്തിയിരുന്നത്. പക്ഷെ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ വീട്ടിൽ കാറും ഭാര്യ പിണങ്ങിപ്പോകാത്ത ഭാര്യയും നല്ല വീടുമുള്ള ആളുകൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മയിലേക്ക് വന്നു എന്ന് പറയുന്നുണ്ട്. എന്തിനാണ് നിങ്ങൾ അടിതട്ടുന്നവരെ കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. തുടക്കകാലത്ത് അങ്ങനെയാണ് ഇത് മനസ്സിലാക്കാനായിട്ട് ആളുകൾക്ക് അതേ പറ്റിയിരുന്നത്. അപ്പോ ഇതൊക്കെ ഞാനല്ല ഇത് പറയേണ്ടത് എന്ന ബോധ്യം, എനിക്കിത് പറയാനുള്ള യാതൊരുവിധ യോഗ്യതയില്ല. പക്ഷെ എന്ത് ചെയ്യണം? ഞാൻ ഈ അടിതട്ടലിനെ കുറിച്ച് വിധി പ്രസ്താവങ്ങൾ നടത്തുക, എൻ്റെതായ അനുഭവങ്ങൾ, അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് പേരുടെ അനുഭവങ്ങളെ വെച്ചിട്ടാണ്. അവിടെയും നമ്മുടെ കുഴപ്പമുണ്ട്. ഒരാളും ഒരാളെ പോലെയല്ല. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും നമ്മൾ കണ്ട അനുഭവങ്ങളെ വെച്ചുകൊണ്ട് ഇത്തരത്തിലേക്ക് പറയാൻ സാധിക്കുമോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അവിടങ്ങളിലൊക്കെ തെറ്റ് വരാനുള്ള സാധ്യത. ഇതിന്റെ കുഴപ്പങ്ങളുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയാം. എന്താ ഇത് പറഞ്ഞാൽ കുഴപ്പം എന്ന ചോദ്യം ഉണ്ടല്ലോ, അത് ഞാൻ ഉത്തരം പറഞ്ഞത്. എന്താ എനിക്ക് കുഴപ്പമുണ്ടായത്? ഇനി ഈ മീറ്റിങ്ങിന് പോകുമ്പോ ഒരു കോമൺ ആയിട്ടുള്ള വിധിയായിരുന്നു, അത് ഒറ്റയ്ക്ക് നടത്താറുണ്ട്. ചിലപ്പോൾ ഫോൺ വിളിച്ചിട്ട് വേറെ ആൾക്കാരോട്, അല്ലെങ്കിൽ അവിടെ മീറ്റിങ്ങിന് എത്തുന്ന ആളെ കുറിച്ച് പറയും, ഇന്ന ആള്. ഇപ്പൊ ഉദാഹരണമായിട്ട് അവിടുത്തെ എക്സ് എന്ന് പറയുന്ന ആളാണെങ്കിൽ ആ എക്സ് ഇപ്പൊ വരും, അയാളുടെ ഷെയറിങ് പോലും ഞാൻ അവിടെ തമാശ രീതിയിൽ അനുകരിക്കും. അയാളുടെ സ്വരം, അയാൾ പറയാൻ പോകുന്ന കാര്യങ്ങള്. അപ്പൊ അവിടെ എന്താന്ന് വെച്ചാൽ അവിടെയും ഭാവി ഞാൻ പ്രവചിക്കുന്ന ആളായി മാറാണ്. നിനക്കൊരു രസം തോന്നും, ഒരു സന്തോഷം തോന്നും എന്നുള്ളത് സത്യമായിരുന്നു. പക്ഷെ ആ സന്തോഷമൊക്കെ വളഞ്ഞ വഴിയിലൂടെ സംതൃപ്തിയൊക്കെ പ്രോഗ്രാം ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇങ്ങനെയൊക്കെ ആകുമ്പോഴുള്ള കുഴപ്പം, അൾട്ടിമേറ്റ് സന്തോഷങ്ങൾ നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അയാളുടെ ഷെയറിങ് ഇങ്ങനെയാണ് അയാൾ ഷെയർ ചെയ്യുക, തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും, അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. അയാൾക്ക് അത് മാത്രമേ അറിയൂ. ചില ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ട്, ഷെയർ ചെയ്യുന്നവര്. നമ്മൾ എത്ര തന്നെ ഇങ്ങനെയാണ് ഷെയറിങ് എന്ന് കേട്ടാലും അത് പറയാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ട് ഇവിടെ കൂട്ടായ്മയിൽ. പല രീതിയിലാണ് മദ്യാസക്തൻ. നമുക്ക് ആരെങ്കിലും മാറ്റാൻ പറ്റുമോ? നമുക്ക് മാറിയിട്ടുണ്ടോ നമ്മുടെ രോഗം എന്ന് ഞാൻ മറന്നു പോവാണ്. എന്നെ എത്ര ആൾക്കാർ പറഞ്ഞതാ ഈ കുടിയുടെ കാര്യത്തിൽ. എത്ര സോഷ്യൽ ഡ്രിങ്കേഴ്സ് അന്ന് കുടിച്ചിരുന്ന ആളുകൾ ഇന്നും കുടിക്കുന്നുണ്ട് വളരെ രസകരമായിട്ട്. അവരൊന്നും മദ്യാസക്തരായിട്ടില്ല. അപ്പൊ അവരെന്തൊക്കെ കാലിയാക്കിയത് തന്നെ. എന്നിട്ട് ഞാനാണ് ഇന്ന്. മാത്രമല്ല, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിലെ ഇത് എഴുതി വെച്ചിട്ടുള്ള എന്താ യെല്ലോ കാർഡ് എന്താന്ന് വെച്ചാൽ, ഇവിടെ കേട്ട കാര്യങ്ങൾ ആവശ്യമുള്ളത് എടുക്കുക, അല്ലാത്തത് ഇവിടെ ഉപേക്ഷിക്കുക എന്നാണ്. ആൽക്കഹോളിക്സ് അനോണിമസ് ദൈവികമായ ഒന്നാണ്. ദൈവത്തിന്റെ അനുഗ്രഹമുള്ളവർക്ക് ഇവിടെ വരാൻ പറ്റൂ. ദൈവം തെരഞ്ഞെടുത്തവരാണ് എന്ന് പറയുന്ന അതേ നാക്കുകൊണ്ടാണ് ഇവിടെ പറയുന്ന മറ്റൊരാളെ കളിയാക്കുമ്പോ, ഏത് ദൈവത്തിന്റെ പ്രോഗ്രാമിനെ കുറിച്ചാണ് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞിരുന്നത്? ഇത്ര പെട്ടെന്നാണ് ഞാൻ ദൈവത്തിന്റെ പ്രോഗ്രാം മാറി. ദൈവത്തിന്റെ അനുഗ്രഹത്തെ കുറിച്ച് പറഞ്ഞ അതേ ഞാൻ ഈ ദൈവിക പ്രോഗ്രാമിലെ ഒരു ഷെയറിങ് കളിയാക്കുമ്പോ, എവിടെയാ ഈ ദൈവം? എവിടെ പോയി ആ ദൈവം? വളരെ കൃത്യമായ വിധിയാണത്. നീ അങ്ങനെയാണെങ്കിൽ തന്നെ അതിനെടുക്കണ്ട. അതങ്ങനെയാണ്. അത് എവിടെയാന്ന് വെച്ചാൽ, ഇതൊരു വ്യക്തിയായിട്ട് നമ്മൾ പറയാറുണ്ട്. നമ്മുടെ പ്രോഗ്രാമിൽ നമുക്കൊരു സുഹൃത്തിനെ തന്നൊരു മീറ്റിംഗിൽ എന്തും പറയാവുന്ന, അല്ലെങ്കിൽ മീറ്റിംഗിൽ പറയുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടത്തിൽ നിന്ന് പറയുക. നേരെ മറിച്ച് നമ്മുടെ സുഹൃത്തോ സ്പോൺസറോ ആയ ആളോട് നമ്മൾ പറയും, അത് വേറെ. ഇവിടെ പലപ്പോഴും പലർക്കും തെറ്റിദ്ധാരണ, നമ്മൾ ഒട്ടും പരദൂഷണോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റമോ പറയാത്തവർ, അങ്ങനെയൊന്നുമല്ല. അതൊക്കെ നമുക്ക് ഉള്ളിൽ നിന്ന് ഒഴിവാക്കി വരാനും അത് ഉൾക്കൊള്ളാനൊക്കെ വേറെ ആളുടെ സഹായത്തോടു കൂടി ചർച്ച ചെയ്യേണ്ടി വരും. പക്ഷെ അതൊരിക്കലും ഒരു മീറ്റിംഗ് സ്ഥലത്ത് ഞാൻ ചർച്ച ചെയ്യുന്ന പോലെയല്ല വ്യക്തിപരമായ ചർച്ച. ഇത് ആ കൂട്ടത്തിലെ ആളുകളുടെ കൂട്ടത്തിൽ പബ്ലിക്കായിട്ട്, അല്ലെങ്കിൽ മറ്റു ആൾക്കാരുള്ളപ്പോൾ വേറൊരാളെ കളിയാക്കുക. പണ്ട് ഈ അത്താണിയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ആരും എഴുന്നേറ്റ് പോവില്ല. ഈ രാത്രി ഇങ്ങനെ ഇരുന്നിട്ടേ എന്താ സംഭവം അറിയോ, ഒരാളങ്ങോട്ട് പോയാൽ അവന്റെ കുറ്റം പറയാൻ തുടങ്ങും ബാക്കിയുള്ളവർ ചേർന്നിട്ട്. അപ്പൊ എല്ലാവർക്കും മടിയാ എഴുന്നേറ്റ് പോകുമ്പോ ഒപ്പം പോവാന്നുള്ള രീതിയിൽ ആ ഒരു അവസ്ഥ ഉണ്ടാവുക. മറ്റുള്ളവരുടെ വിലയിരുത്തുക, അല്ലെങ്കിൽ അവരുടെ ഷെയറിങ് ഇന്നതായിരിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞു പോവുകയാണ്. ഇനി ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുന്ന പുതുമക്കാരെ, അല്ലെങ്കിൽ മീറ്റിംഗിൽ കുറച്ച് ദിവസമായിട്ടുള്ള ആളുകളെ, അവരുടെ ആത്മാർത്ഥത അളക്കുന്ന ഒരു മെഷീൻ എൻ്റെ കയ്യിലുണ്ട്. ഞാന് ഈ മെഷീൻ വെച്ചിട്ട് ഇന്ന ആൾക്ക് ആത്മാർത്ഥത ഇല്ല,
എന്ന് പറയുക. ഒരാത്മാർത്ഥതയിലിട്ട് അവനവന് ഏല് വരുന്ന അവനെ ഒരു വഴിപാടായിട്ടാ ഏല് വരുന്നത്. പക്ഷെ ഞാൻ മീറ്റിങ്ങിൽ പറഞ്ഞത് എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മീറ്റിങ്ങിന് വരുന്നത്, എന്റെ കുടിക്കാരും നോക്കാനാണെന്നൊക്കെ ഞാൻ പറയും. എയുടെ തത്വങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ എന്റെ ആ സുഹൃത്തുക്കളോട്, ആ കൂട്ടത്തിൽ നിൽക്കുന്ന ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വരാത്ത, എന്തായി നമ്മുടെ മറ്റവൻ, ഓ വന്നോ, ഓ ഓനും തീരെ ആത്മാർത്ഥതയിട്ടോ, ഓൻ ഇങ്ങനെ ബോധിപ്പിക്കാൻ വരും, ഓൻ എന്താ ഈ ഷെയർ, ഈ രീതിയിൽ അവരുടെ ആത്മാർത്ഥത അളക്കുക. എന്നാൽ ചില ആൾക്കാർ, ഓ ഒരു ഭയങ്കര ആത്മാർത്ഥ കേട്ടോ, എന്താ പോന്റെ ഒരവസ്ഥ. ഇതൊക്കെ ഏത് അളവുകോല് വെച്ചാണ് ഈ അളക്കുന്നത് എന്ന് നോക്കണ്ട. എന്റെ തോന്നലുകൾ അങ്ങ് പറയാണ് ഞാൻ, ഇത് ശരിയാണെന്നുള്ള ചിന്തയാണ് എനിക്ക്. ഇനി അതാ കണ്ടോ, ഇന്ന ആളെ കണ്ടോ, എക്സ് എന്ന് പറഞ്ഞ ആളെ കണ്ടോ, അവന്റെ കണ്ടോ, അവൻ രക്ഷപ്പെട്ടോ എന്നുള്ള വർത്താനം. അപ്പൊ ഈ ഒരാള് രക്ഷപ്പെടും അല്ലെങ്കിൽ അവനെ കണ്ടുകൊണ്ട് ആ ആളുടെ രക്ഷപ്പെടലിനെ കുറിച്ച്, അതല്ലെങ്കിൽ അവൻ എങ്ങനെയാ എനിക്ക് പറയാൻ പറ്റും ഇന്ന ആള് അയാൾ ഏലൂടെ നല്ല രീതിയിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത്, അയാളുടെ ഷെയറിങ് നന്നായി ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇനി ആണെങ്കിൽ തന്നെ എന്തിനാ അത് പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരാളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ടല്ല നമ്മൾ ഏടെ മീറ്റിങ്ങിൽ ഷെയറിങ്ങിന് മോഡറേറ്റർമാര് ഷെയറിങ്ങിന് മറുപടി പറയാറില്ല. നന്നായിന്നോ നന്നല്ലാന്നോ, നമ്മൾ ആരെയും പുകഴ്ത്താറുമില്ല ഇകഴ്ത്താറുമില്ല, എല്ലാം താങ്ക് യു. നമുക്കത് ഇവിടെ ഏടെ മീറ്റിങ്ങിൽ പറയുന്നത് ഓരോ മനുഷ്യരും അവരവരുടെ രീതിയിലാണ് ഷെയർ ചെയ്യും. അതാണ് നമ്മുടെ പ്രോഗ്രാം. അതിനു പകരം ഇവിടെ ഞാൻ വിധിക്കലുകൾ നടത്തുകയാണ്. അവൻ രക്ഷപ്പെടും, അവനെ കണ്ടോ, അവന്റെ ഷെയറിങ് കേട്ടോ, അവന്റെ ഷെയറിങ് കേട്ടുകൊണ്ട് ഞാൻ വിധി പ്രഖ്യാപിക്കാൻ ഞാൻ ആരാണ്? അപ്പൊ ഞാൻ ആ ഷെയറിങ്ങിൽ നിന്നൊരു വിധി കർത്താവായ ജഡ്ജിയെ പോലെ കേട്ടിരിക്കുകയായിരുന്നു. ഞാൻ എന്തിനാ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്ന്? എന്റെ ആത്മീയ രോഗം മാറിയോ? എനിക്ക് രോഗത്തിൽ നിന്ന് മാറ്റം ഉണ്ടെങ്കിലാണല്ലോ മറ്റൊരാളെ വിധിക്കാൻ പറ്റുക. പലപ്പോഴും അതാ സംഭവിക്കുന്നത്. ഞാനിത് മറന്നു പോകുന്നു. ഞാൻ ആത്മീയ രോഗിയാണ്. എനിക്ക് ഈ മീറ്റിങ്ങിൽ നിന്ന് എടുക്കേണ്ട കാര്യം എന്താണ്? എന്റെ രോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുത്തുകൊണ്ട് എന്റെ ജീവിതത്തിലേക്ക് മാറ്റമുണ്ടാക്കാൻ പറ്റിയോ എന്നല്ല ഞാൻ നോക്കുന്നത്, മറിച്ച് അവന്റെ ഷെയറിങ്ങിൽ അവൻ രക്ഷപ്പെടുമോ, അതും പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ എന്റെ വിധി പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിന്റെ അവൻ രക്ഷപ്പെടുമോ ഇല്ലയോ, അവന്റെ രക്ഷപ്പെടലാണോ? നമ്മൾ പറയാറുണ്ട് 12-ാം പടി സന്ദേശം പോലും സെൽഫിഷ് പ്രോഗ്രാമാണ്. അതല്ലാണ്ട് മീറ്റിംഗിൽ ഞാൻ എന്റെ ഷെയർ ചെയ്ത് ഇറങ്ങിപ്പോകലല്ല സെൽഫിഷ് പ്രോഗ്രാം. മറ്റു മനുഷ്യരെ സഹായിക്കുന്നത്, ഏല് മോഡറേറ്റർ ചെയ്യുന്നത്, ഏല് വിഷയാവതരണം നടത്തുന്നത്, അത് എനിക്ക് എന്നോട് തന്നെയുള്ള ഉറപ്പിക്കലുകളാണ്. അതാണ് സെൽഫിഷ് പ്രോഗ്രാം. ഈ രീതിയിലേക്ക് മറ്റുള്ളവരെ സഹായിക്കുക എന്നത് അവരുടെ സുബോധത്തിന്റെ താക്കോൽക്കാരനായി നിൽക്കുക, അവനെ തലയിലേറ്റ് നടക്കുന്ന അല്ലെങ്കിൽ എന്റെ തോളത്തേറ്റ് നടത്തുന്ന രക്ഷകർത്താവാകുക എന്നല്ല ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12-ാം പടി എന്നോട് പറഞ്ഞത്. ഇനി ആൽക്കഹോളിക്സ് അനോണിമസിലെ ചില അംഗങ്ങള് അവര് പല കാരണങ്ങളാൽ എയിൽ നിന്ന് മാറിപ്പോകാറുണ്ട്. എന്റെ സുഹൃത്തുക്കളായ പല സുഹൃത്തുക്കളും എയില് ഉണ്ടാവാറില്ല. അപ്പോ ഈ സുഹൃത്തുക്കൾക്ക് പല കുഴപ്പങ്ങള് ഉണ്ടായിട്ടുണ്ട്, ശാരീരികപരമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട്, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പോ അടുത്ത എന്റെ വേറെ ആളുകളുമായി ചേർന്നുകൊണ്ട് വലിയ തെറ്റായിരുന്നു. നമ്മളവിടെ വേറെ ആളുകളോട് ഇപ്പൊ ഉണ്ടോ, അവൻ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങിനൊന്നും കയറുന്നില്ല കേട്ടോ, അവന്റെ അവസ്ഥ മഹാപ്രശ്നം, അവന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, അതേപോലെ സാമ്പത്തികമായിട്ട് അവൻ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അവിടെ ഒരു വിധി, നമ്മൾ അവന്റെ കാര്യങ്ങളെ കുറിച്ച് പൂർണ്ണമായ ധാരണയില്ലാതെ, അല്ലെങ്കിൽ നമ്മൾ ഉണ്ട് എന്ന് ഉറപ്പിക്കാനായിട്ട് വേറൊരാളെ വിധിച്ചുകൊണ്ടാണോ ഞാൻ പറയേണ്ടത്? ഒരിക്കലും അങ്ങനെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗ് ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. എയിൽ ഉണ്ടായത് കൊണ്ട് നിന്റെ സാമ്പത്തിക പ്രശ്നം തീരും, അല്ലെങ്കിൽ നിനക്ക് ഹാർട്ട് അറ്റാക്കോ നിനക്ക് ക്യാൻസറോ നിനക്ക് മാരകമായ അസുഖങ്ങളോ വരില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇത് പല സാഹചര്യങ്ങളെ കൊണ്ടാണ്. നമ്മൾ ഈ ചില ധാരണകൾ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് ഇന്നത് കൊണ്ടാണ് എന്ന, നമുക്ക് എല്ലാത്തിനും ഒരു കാര്യവും കാരണവും വേണം. നമ്മൾ അത് നോക്കുന്നതുകൊണ്ട് നമ്മുടെ കൺഫർമേഷൻ ബയാസ് എന്നാണ് അതിന് പുറത്ത് പറയുക. ആ ബയാസ് വെച്ച് നമ്മൾ വിധിക്കുകയാണ് എന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ സഹോദരനായ ഒരു മനുഷ്യൻ അവനുണ്ടാകുന്ന അത്യാഹിതങ്ങളിൽ പോലും
അതിന് കാരണം അവൻ എയിൽ വരണോ വേണ്ടയോ അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. ഈ വിധി പ്രഖ്യാപനം നടത്തുന്ന ജഡ്ജി ആവാൻ എനിക്ക് എങ്ങനെയാണ് എനിക്ക് സാധിക്കുന്നത് എന്നുള്ള ചോദ്യം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും അത്തരത്തിലേക്കുള്ള വിധി പ്രസ്താവങ്ങൾ ഞാൻ നടത്തരുത്. പിന്നെയുള്ള പ്രാദേശിക ഭേദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിധി പ്രസ്താവമാണ്. അത് പലപ്പോഴും നമുക്കറിയുന്ന ഒരു ചൊല്ലാണ്. ചില ആളുകളെ വിശ്വസിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായി കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് തെക്കനല്ലേ, അവൻ തനി കുണം കാണിക്കാതിരിക്കുവോ. ഇവിടെ ഈ പറയുന്ന ഒരു ഉദാഹരണം പറഞ്ഞാട്ടോ തെക്കൻ എന്നുള്ളത്. ഇത് പൊതുവെ നമ്മുടെ ഒരു ബയാസ്, നമ്മുടെ ധാരണയുടെ പുറത്ത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഇടയിൽ നമ്മളിവിടെ പറയുന്ന ലോകമെമ്പാടുമുള്ള മദ്യാസക്തരായ മനുഷ്യർ ജാതി മത വർഗ ഭേദമന്യേ കള്ളുകുടിയന്മാരാണ്, അല്ലെങ്കിൽ കള്ളുകുടി നിർത്താനായിട്ട് ആഗ്രഹമുണ്ട് എന്നൊരൊറ്റ കാരണത്താൽ ഒന്നിക്കുന്ന ഫെല്ലോഷിപ്പിൽ ഇവിടെ ജാതിഭേദം, സ്ഥലഭേദം, ഈ പറയുന്ന ജാതി പേരുകൾ പലപ്പോഴും നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. നമ്മുടെ ഉള്ളിൽ ആ സാധനം കടന്നു വരും. അവൻ ചോവനാണ്, അവൻ മറ്റവനാണ്, അവൻ അവന്റെ സംസ്കാരം കാണിക്കാതിരിക്കുമോ എന്ന പറച്ചിലുകൾ, അത്തരത്തിലേക്കുള്ള വിധികൾ, ഇതും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മയിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കുന്ന തെറ്റായ ഒരു വിധി പ്രസ്താവമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. പിന്നെ ഈ പൊതുവെ സാംസ്കാരികപരമായിട്ട് നമ്മൾ ജാതിയുടെ ഉയർന്നു നിൽക്കുന്ന ആൾക്കാർ, ബ്രാഹ്മണൻ, നായർ അല്ലെങ്കിൽ ജ്ഞാനായ ക്രിസ്ത്യാനി, ഇത് ഉദാഹരണം പറഞ്ഞാട്ടോ. അപ്പൊ ഇവരൊക്കെ, അല്ലെങ്കിൽ ഒരു അധ്യാപകൻ, ഇനിയിപ്പോ അത് ഉദാഹരണം മാറ്റാം നമുക്ക്. ഒരു അധ്യാപകൻ, അയാള് സാറ്, വലിയൊരു ബിസിനസ് മുതലാളി, അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ്, ബാങ്ക് മാനേജർ, ഇവരെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് ഇന്ന ആളുകളാണ്, ഉയർന്ന സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന ആളുകൾ, അവരേൽ വന്നതിൽ വലിയ അത്ഭുതപ്പെടുകയും അവരുമായി ബന്ധപ്പെട്ട് കുറച്ച് അതിശയോക്തി കലർന്ന രീതിയിൽ സംസാരിക്കുക. അതും ഈ പറയുന്ന ഒരു വിധി പ്രസ്താവത്തിന്റെ ഒരു ഏരിയയിൽ വരുന്നൊരു കാര്യമാണ്. മറ്റുള്ള ആളുകളെ നമ്മൾ കണ്ടുകൊണ്ട്, കാരണം അതോടെയൊക്കെ നിഴലിക്കുന്ന എന്താണ്, അവരെന്തായാലും ഇന്ന ആളുകളാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ നല്ല രീതിയിലേ ആകുള്ളൂ എന്ന നമ്മുടെ ചിന്തകൾ. അപ്പൊ ഇതെല്ലാവിധം അടിത്തട്ടിൽ പല രീതിയിൽ സമൂഹത്തിൻ്റെതായ ഗുണങ്ങൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിയിട്ടും കുടി നിർത്തിയിട്ടും ഇത്തരം ധാരണകൾ നമുക്ക് കടന്നു വരും. ആ ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തുന്ന ആളുകളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച്, ഇപ്പൊ നേരത്തെ അടിത്തട്ടലിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെയാണ്, അവന്റെ സാമ്പത്തിക സ്ഥിതി, അവന്റെ കാഴ്ചയിലും അല്ലെങ്കിൽ നമുക്ക് ഫിസിക്കൽ മീറ്റിങ്ങിലൊക്കെ അത് മനസ്സിലാക്കാൻ പറ്റും. വേറെ രീതിയിൽ നമ്മൾ അത് വിലയിരുത്തും. അവനിപ്പോ എന്തൊക്കെ ഉണ്ട്, ഏതൊക്കെ രീതിയിലാണ് പോകുന്നത്. ഇതൊന്നും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഏടെ പ്രോഗ്രാമോ പ്രാഥമിക ഉദ്ദേശവുമായിട്ട് ബന്ധപ്പെട്ടല്ല. പക്ഷെ നമ്മുടെ ചർച്ചകളിൽ പലപ്പോഴും അറിയാതെ നമുക്ക് കടന്നു വരുന്ന ഇതാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, പല ആൾക്കാർ ഈ ഭൗതികമായ ഉയർച്ച, മദ്യപാനം നിർത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഉയർച്ച ഉണ്ടാവും പല ആൾക്കാർക്കും. അത് അവർക്ക് നോർമൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പൈസയെ കിട്ടുള്ളൂ. അല്ലാണ്ട് ബീവറേജിൽ ലോട്ടറി വിറ്റ് നടന്ന ആള് ഒരു സുപ്രഭാതത്തിൽ ഇവിടെ കാറ് മേടിച്ചായിട്ട് ആരും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അത്ര അത്ഭുതം നടക്കണം. അതല്ലാത്ത രീതിയിൽ അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ, ഈ സാമ്പത്തിക സ്ഥിതിയും ആൽക്കഹോളിക്സ് അനോണിമസിലെ രക്ഷപ്പെടലുമായിട്ട് ബന്ധങ്ങളുണ്ട് എന്ന ഇല്ലാത്ത മിത്ത് കഥകൾ ഇതിന്റെ ഇടയിൽ പ്രചരിപ്പിക്കും. അവിടെയും വിധി പ്രഖ്യാപിക്കും മറ്റുള്ളവരെ. മറ്റുള്ള ആളുകൾ ഇന്നും കഷ്ടപ്പാട് അനുഭവിക്കുന്നവർ യഥാർത്ഥ രീതിയിൽ പ്രോഗ്രാമിലല്ല. അത് ഞാൻ കേട്ടിട്ടുള്ള, എന്റെ ഭാഗത്തു നിന്നല്ല, വേറെ രീതിയിലുണ്ടായ തെറ്റായ ഒരു വിധി പ്രസ്താവമായിട്ട് ഇവിടെ കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. സാമ്പത്തിക സ്ഥിതിയെ പറയുന്നുണ്ട്. ഒരു കാരണവശാലും ഓരോ മനുഷ്യരും മദ്യാസക്തരാണ് എന്നതിലപ്പുറം ഒരാൾക്കും യാതൊരുവിധ പരിഗണനയില്ല. അയാൾ കോളേജിലെ സാറായിക്കോട്ടെ, മറ്റേ കോടതിയിലെ വക്കീലായിക്കോട്ടെ, പോലീസുകാരനായിക്കോട്ടെ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിന്റെ ഉള്ളിൽ യാതൊരു പ്രത്യേകതയില്ല. അയാൾ സമൂഹത്തിലെ ഏതൊരു സ്ഥാനമുണ്ടോ അത് പുറത്താണ്. എയുടെ മീറ്റിംഗിന്റെ പുറത്ത് തീർച്ചയായിട്ടും അയാൾക്ക് അയാളുടേതായ രീതിയിലേക്ക് സ്ഥാനം ഉണ്ടാവും. എയുടെ മീറ്റിംഗിൻ്റെ ഉള്ള മധ്യാസക്തരാണ് എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അവിടെ എൻ്റെ വിലയിരുത്തല്, എൻ്റെ കാഴ്ചപ്പാടുകളെ വിപുലമാക്കാൻ ഞാൻ തയ്യാറാവേണ്ടതുണ്ട് എന്നുള്ളതാണ്. പിന്നെ ആരെങ്കിലുമൊക്കെ
മദ്യാസക്തിയുടെ നമുക്കറിയാം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ്. അപ്പൊ പല ഭാഗ്യങ്ങളെ കൊണ്ട് കുടിക്കാതെ ഞാൻ മാറിയപ്പോ ഈ കൂട്ടത്തിൽ കാലിടറി വീണ നിരവധി പേരുണ്ട്. ഇവിടെ കുറച്ച് മുന്നേ ഒരാൾ പറഞ്ഞ പോലെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന പല ആളുകളും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ ഈ ഒരാള് വീണ് പോയി. ആ വീണ് പോയ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് മറ്റുള്ളവരുടെ ഇൻവെന്ററി എടുക്കലില്ല എന്ന് പറഞ്ഞാലും പലപ്പോഴും ഔദ്യോഗികമല്ല. നമ്മൾ എയുടെ മീറ്റിംഗ് ടു പ്രയർ മീറ്റിംഗിന്റെ പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാത്ത രീതിയിൽ മദ്യാസക്തരുമായിട്ട് ബന്ധപ്പെടുകയും നമ്മൾ അതുകൊണ്ടല്ലേ ഈ ആഫ്റ്റർ മീറ്റിങ്ങുകളിലൊക്കെ ഒരു പരിധി വെക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ സ്വഭാവം നമ്മൾ പലപ്പോഴും പരിധി വിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ രോഗത്തിന്റെ കുഴപ്പം നമ്മളവിടെ നമുക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാൻ നല്ല ഔത്സുക്യമുള്ളവരാ. ഒരാൾ വീണു പോയ കഥ നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് എന്ന് പറയുമ്പോഴും ഏതെങ്കിലും ഒരു മദ്യാസക്തൻ വീണാൽ, കാലിടറി വീണാൽ ആ വീഴ്ച നമ്മൾ ആഘോഷിക്കും. എങ്ങനെ ആഘോഷിക്കുക എന്ന് വെച്ചാൽ ആ രീതിയിലല്ല, നമ്മുടെ ആ ഒരു ആകാംക്ഷ ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് അറിയാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം. പക്ഷേ ഞാനൊക്കെ ഒരു പരിധി വിട്ട് പല ആളുകളുടെയും വീഴ്ചയില വീണില്ലേ, അപ്പം വീണെന്ന് എനിക്ക് അപ്പൊ തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത് ഒരു കൂട്ടത്തിൽ പറയാറുണ്ട്. വ്യക്തിപരമായിട്ട് ഒരാളോട് സംസാരിക്കുമ്പോഴല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇവിടെ അല്ലാതെ ഒരു കൂട്ടത്തിന്റെ ഉള്ളിൽ അതിന് 4-5 പേരോ ഉള്ള കോളിൽ, അല്ലെങ്കിൽ 3 പേരുള്ള കോളിൽ, 3-4 പേരുള്ള കോളിൽ അവിടെ വേറൊരു വ്യക്തി വീണ് പോകും. എങ്ങനെ എനിക്കത് പറയാൻ പറ്റുക? അവൻ വീണ് പോകും എന്ന്. അപ്പൊ ഞാൻ എന്താ ഒന്നും ചെയ്തില്ല. അപ്പൊ ഈ വീണതിൽ സന്തോഷമല്ലേ? അറിയാതെയെങ്കിലും ഞാൻ പ്രഖ്യാപിച്ച. കാരണം അവൻ ഏതൊക്കെയോ കാരണങ്ങൾ ഞാൻ പറയുന്നത് അനുസരിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എന്റെ ധാരണയിൽ പറയുന്ന നിർദ്ദേശങ്ങൾ അവൻ ഉൾക്കൊണ്ടിട്ടുണ്ടാവില്ല. ഇതേ ഞാൻ സഹിഷ്ണുതയെക്കുറിച്ചും ലവ് ആൻഡ് ടോളറൻസ്, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രധാന തത്വശാസ്ത്രം എന്താണ്? സ്നേഹമാണ്, സഹിഷ്ണുതയാണ് ഇതിന്റെ കോഡ്. വേറൊരു കോഡും ഇല്ല എന്ന് അതേ DR വായിച്ച അതേ ഞാൻ എന്റെ ഒപ്പം വീണ മദ്യാസക്തന്റെ വീഴ്ചകളെ വിലയിരുത്തുക. അവന്റെ വീഴ്ചയ്ക്ക് പല കാരണം ഉണ്ടായിരിക്കാം. അത് അവന്റെ ഷെയറിങ്ങിൽ നിന്ന് അവൻ പല ആൾക്കാരും അറിയില്ല. ഞാൻ പറഞ്ഞ മീറ്റിംഗിൽ എങ്ങനെ ഷെയർ ചെയ്യേണ്ടത് എന്നുള്ളത് പലപ്പോഴും അറിയില്ല. നമുക്കൊരു സുഹൃത്ത് ഉണ്ടായിരിക്കേണ്ട കാര്യം മീറ്റിംഗിൽ അങ്ങനെ എല്ലാം പറയാൻ പറ്റില്ല. കാരണം ആൾക്കാർ ഇത് വിധിക്കും എന്ന കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു. ആളുകളുടെ സ്വഭാവമാണ്, അവരത് പറയും. അവരൊരാൾ വീണ് കഴിഞ്ഞാൽ അവൻ ഷെയറിങ്ങിൽ പറഞ്ഞ ഇവിടെ തന്നെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കാതെ ഉള്ളിൽ കൊണ്ട് നടന്ന കാര്യങ്ങൾ എടുത്തുകൊണ്ട് അവന്റെ വീഴ്ചയ്ക്കുള്ള കാര്യങ്ങളും കാരണങ്ങളും മറ്റുള്ളവരുടെ മുന്നിൽ നിരത്തിയിട്ട് വിധി പ്രഖ്യാപിക്കുന്ന ജഡ്ജിയും ന്യായാധിപ സമിതിയിലെ അംഗവുമായി മാറും. ഇത് ഇവൻ അറിയും. പിന്നീട് അവൻ എയിൽ വരാതെയാവും. അപ്പൊ എന്തായി? ഞാൻ ആരാച്ചാരുമായിട്ട് ഇവിടെ മാറും. എയിലേക്ക് വരാനുള്ള വാതിൽ കുട്ടിയടക്കുന്ന രീതിയിൽ. കാരണം ഇത് ഇവൻ അറിയുന്ന കാര്യത്തിന് സംശയമൊന്നുമില്ല. പല സുഹൃത്തുക്കളും എയിൽ വരാതെയായിട്ട് അവര് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു മീറ്റിംഗിൽ പുള്ളി മദ്യപിച്ചു പോയി. പുള്ളിയോട് മീറ്റിംഗിന് കയറരുത് എന്ന് പറഞ്ഞാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ആവശ്യമില്ലാത്ത ഏടെ മീറ്റിംഗ് അല്ലാത്ത കോളുകൾ. പുള്ളി കോള് കയറിയിട്ട് ഒരു കാര്യം പറഞ്ഞു, പറയാൻ പറ്റാത്തൊരു കാര്യമാണ് അയാളുടെ ജീവിതത്തിലെ. കാരണം കുടിച്ചിരിക്കല്ലേ. ആൽക്കഹോളിക്സ് അനോണിമസിൽ ഫ്ലാഷ് ആവുന്ന ആൾക്ക് അറിയായിരുന്നു. വേറെ ആൾക്കാർ ത്രൂ അയാളോട് ചോദിക്കുന്നു. പിന്നെ ഇവര് പരസ്പരം തെറ്റുമ്പോ നീ അതല്ലടാ മറ്റവനെ എന്ന് പറഞ്ഞിട്ട് തെരുവിളി. മദ്യാസക്തര് കുടിക്കും. ഇവളും കുടിച്ചിട്ടില്ലെങ്കിൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്നെ പോലുള്ള മദ്യാസക്തൻ ചീത്ത വിളിക്കും. അപ്പൊ ഒപ്പം നടന്നപ്പോ സുഹൃത്തായപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്ന സ്വഭാവമുണ്ട്. അപ്പൊ അയാൾ ആരാച്ചാരായി മാറും. നമ്മൾ അയാളെ എയിലേക്ക് വരാനുള്ള അവസാന സംഭവം നമ്മൾ അടയ്ക്കും. പക്ഷെ നമ്മൾ എന്നിട്ട് പറയും നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ ഭയങ്കര പ്രവർത്തനമാണ്, മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി സേവന നിരതരായിരിക്കണം എന്ന് ഞാൻ പറയും. നിങ്ങൾ ആലോചിക്കണം, എന്ത് വിരോധാഭാസമാണ്. ഓരോ ആൾക്കാരുടെ വീഴ്ചകൾ ഞാൻ പ്രവചിക്കുക, എന്നിട്ട് അവൻ വീഴാനുള്ള കാരണങ്ങൾ ഞാൻ കാരണം ഇവിടെ പറയുന്നത്. മറ്റൊരു സഹോദരന്റെ വിലയിരുത്തൽ നിനക്ക് എടുക്കാൻ എങ്ങനെ സാധിക്കുന്നു? നീ എങ്ങനെ വിലയിരുത്തൽ എടുക്കുന്ന എന്നോട് ചോദിച്ച്. എന്റെ ജീവിതമേ നിയന്ത്രണ വിധേയമല്ലാത്ത ഞാൻ. അപ്പൊ അതുകൊണ്ടാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷനിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി ഏതെങ്കിലും ആളുകൾ എയിൽ വന്ന് കുറച്ചു കാലം കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴെങ്കിലും പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് കണ്ടില്ലേ ഈ ചങ്ങാതി വരും എന്നുള്ളത് എനിക്കറിയാം, ഞാൻ ഇന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് ഞാൻ പറയും. പാഠങ്ങളിലൊക്കെ ഞാൻ എല്ലാം ഈ പറയുന്ന മൂന്നാമത്തെ പടിയും എയുടെ പ്രോഗ്രാമും എല്ലാം മറന്നുപോയി. ഞാൻ എക്കാരൻ ഫുൾ ടൈം എയുടെ സേവനമായിരിക്കും.
ഞാൻ പറയാണ് ഏതൊക്കെ രീതിയിലേക്ക് അവരായിട്ടുണ്ട്. അവൻ ഏലേക്ക് വരും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുണ്ടാവില്ല. ഞാൻ ഇതിന്റെയൊക്കെ ഉടമസ്ഥയായിട്ട്, ഞാനായിട്ട് ഡയറക്ടറായിട്ട് എല്ലാത്തിന്റെയും വിധി പ്രസ്താവിക്കുന്ന ജഡ്ജിയായിട്ട് ഞാൻ മാറുന്നതിന്റെ സ്വഭാവമാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങളിലുള്ള എന്റെ ഉത്സാഹം, ഞാൻ ശരിയാണ് എന്നുള്ള തോന്നൽ, ഇതൊക്കെ ഇതിന്റെ ഈ വിധി പ്രസ്താവത്തിന്റെ പുറകിലുണ്ട് എന്നുള്ളതാണ്. ഇനി വർഷങ്ങളായിട്ട് ഞാൻ ഏല് സഞ്ചരിക്കുമ്പോൾ അതെല്ലാ മനുഷ്യർക്കും ഉണ്ടാവുന്ന ഈ നമ്മുടെ വയസ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ബയാസ് ഉണ്ടെന്ന് പറയാം. അതിപ്പോ കുറെ പഴമക്കാര് അറിയുന്നുണ്ടാവും. പലരും തമാശക്ക് പറയില്ലേ, ഞാനുണ്ട ഓണം നീ ഉണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആ ചോദ്യം, ഇത് വലിയ പ്രശ്നമാണ്. ആ ഒരു ബയാസ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ആ പൊങ്ങച്ചം, ഈ ഓണം ഉണ്ടത് എത്ര ഓണം ഉണ്ടു എന്നത് കാര്യമല്ല എന്ന് പറയണ്ട, എങ്ങനെ ഓണം ഉണ്ടു എന്നതാണ് കാര്യം എന്ന് പറയാറ്. ഈ ഓണമുണ്ട കണക്കും എക്സ്പീരിയൻസ് ഉണ്ടായത് കൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ പറയാറുണ്ട്, എല്ലാത്തിനും അതിൻ്റെതായ കാര്യം ഉണ്ടെങ്കിലും ഇത്തരം പറച്ചില് പറയുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കണം, നമ്മൾ ഓണം ഉണ്ടതിന്റെ കണക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ പറച്ചിൽ എന്താണ്? വിധിയുടെ അപ്പോസ്തലവനായിക്കൊണ്ട് മറ്റുള്ള ആളുകൾ, നീ കണ്ടോ, നീ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പൾ ആണ് എന്ന വർത്താനം പറയുകയും അവനോട് നീ പഠിച്ച കളികളെക്കാൾ കളികൾ കളിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന വിധികൾ നമ്മൾ എവിടെ എത്തിക്കുന്നു എന്ന് ആലോചിച്ചാൽ മതി. മറ്റൊരാളെ രക്ഷിക്കാനാണോ നമ്മൾ ഇവിടെ ഐക്യത്തിന്റെ വാഹകനായിട്ടാണോ പ്രവർത്തിക്കുന്നത്, അതോ ഭിന്നിപ്പാണോ? മറ്റുള്ള ആളുകൾ ആർക്ക് ഇഷ്ടപ്പെടുക ഇത്തരത്തിലേക്കൊക്കെ പറയുമ്പോൾ? ഒരാളെ അയാളുടെ മുകളിൽ നിന്നുകൊണ്ട്, അതിപ്പോ വയസ്സിന്റെ മുകളിലായിക്കോട്ടെ, ആൽക്കഹോളിക്സ് അനോണിമസിലെ അനുഭവം ആയിക്കോട്ടെ, നമ്മൾ പറയാറുണ്ട് അടിച്ചേൽപ്പിക്കലല്ല, ആകർഷകമായിരിക്കണം. ഒരാളെ ഡൊമൈൻ ചെയ്ത് സംസാരിക്കുന്നത് പോലും ഇവിടെ ഇഷ്ടമല്ല. നമുക്ക് ഇഷ്ടമല്ല, പിന്നെ എങ്ങനെ നമ്മൾ വേറെ ആൾക്കാരെ ഉപദേശം കൊടുക്കുക? നമ്മൾ അവരെ കളിയാക്കുന്ന പോലെ സംസാരിക്കുക മറ്റുള്ളവരോട്. ആരെങ്കിലും ഇഷ്ടപ്പെടും? നമ്മളെ കളിയാക്കുന്നത് ഇഷ്ടപ്പെടാതെ നമ്മൾ ഇത്തരത്തിലേക്ക് കളിയാക്കുന്ന പോലെ, ഞാനുണ്ട ഓണം നീ ഉണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ഒരാളോട് പറയുമ്പോൾ അയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് ആലോചിച്ചാൽ മതി. അയാളെ വിധി പ്രസ്താവത്തിന്റെ ഒരു പ്രധാന സംഭവമായിട്ട് വെക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ. അതേപോലെയുള്ളതാണ് പല പ്രവർത്തനങ്ങൾ നോക്കിക്കൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിലെ ഐക്യത്തിന്റെ വാഹകനായിട്ട് ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ, ആ ഗ്രൂപ്പിന്റെ പോക്ക്, തീർച്ചയായിട്ടും ആ ഗ്രൂപ്പിൽ കുഴപ്പങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തനത്തിൽ നമ്മുടെ എല്ലാ കുഴപ്പങ്ങളും മറികടന്നുകൊണ്ട് ആ ഗ്രൂപ്പുകൾ വളർന്നു വരണം. ലോകത്ത് എവിടെയുള്ള ഗ്രൂപ്പാണെങ്കിലും അത് നമ്മുടെ ഗ്രൂപ്പാണ്. അതിൽ നമുക്ക് വിയോജിക്കാനും അവിടെ പോകാതിരിക്കാനും എല്ലാം സ്വാതന്ത്ര്യമുണ്ട്. അപ്പോഴും ഞാൻ ആ ഗ്രൂപ്പ്, അതിന്റെ ഭാവി, അത് പൊളിയും, അത് ഇങ്ങനെയാകും എന്ന് എന്റെ ഇഷ്ടക്കേട് കൊണ്ട് ഞാൻ പറയുമ്പോൾ, ആ ഗ്രൂപ്പ് കൊണ്ട് രക്ഷപ്പെട്ട മറ്റ് മദ്യാസക്തരെ മറന്നുകൊണ്ട്, അവരുടെ ആൽക്കഹോളിക്സ് അനോണിമസിൽ ഉണ്ടായിട്ടുള്ള ഒരു ഗ്രൂപ്പും അല്ലെങ്കിൽ എത്രയോ മോശക്കാരായ ആളുകളും ഒരു ഉപകാരവും ചെയ്യാതെ കടന്നുപോയിട്ടില്ല. എന്നൊരു പഴമക്കാരൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു പ്രവർത്തികളും മോശമായ രീതിയിലേക്ക് മാറിയിട്ടില്ല എന്ന് പറയും. പല ആളുകളും പല രീതിയിൽ നടത്തുന്ന ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ, എന്തൊക്കെ കുറ്റം നമ്മൾ പറഞ്ഞാലും നമ്മൾ ശരിക്കും ഒന്ന് അന്വേഷിച്ചാൽ, നമ്മുടെ ഈ ധാരണകൾ മാറ്റിക്കൊണ്ട് ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, തീർച്ചയായിട്ടും അതുകൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരാള് മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ട് അവിടെ നമുക്ക് കാണാനായി പറ്റും. അവിടെയാണ് ഒരു ഗ്രൂപ്പ് പൊളിയട്ടെ, അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് പൊളിയും എന്ന് പറയുമ്പോൾ അവിടെയുള്ള പല മദ്യാസക്തരും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മയിലേക്ക് വരാതെയാവുകയാണ്. എന്ത് സന്തോഷമുള്ളത്! ആ ഗ്രൂപ്പായിട്ട് എനിക്ക് വിരോധമുണ്ട്, ആ ഗ്രൂപ്പ് നടത്തുന്ന ആളുമായിട്ട്. അവിടെ മറ്റു മനുഷ്യരുടെ ആരാച്ചാരായിട്ട് ഞാൻ മാറുന്നത് ഞാൻ തിരിച്ചറിയില്ല. എന്റെ വ്യക്തിപരമായ ഈഗോ, എന്റെ വ്യക്തിപരമായ വിദ്വേഷം, ഞാൻ ഏത് പ്രോഗ്രാമിലാണ് നിൽക്കുന്നത്? ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിൽ നിന്ന് എത്ര പുറത്തേക്ക് പോയി? ഞാൻ എന്ത് വിഷയം അല്ലെങ്കിൽ വിഷയത്തെ കുറിച്ച് സംസാരിച്ചിട്ടോ ഞാനൊരു 100 ആൾക്ക് സന്ദേശം കൊടുത്തിട്ട് എന്താ കാര്യം? മറ്റൊരു ഭാഗത്തെ മദ്യാസക്തന്റെ മരണം ആഘോഷിക്കുന്ന തരത്തിലേക്ക് ഞാൻ മാറില്ലേ? എന്ത് വിരോധമായിക്കോട്ടെ, അയാളെ ഏത് രീതിയിൽ എന്നോട് ദ്രോഹം ചെയ്തോട്ടെ, ഇവിടെ ആ രീതിയിലേക്കുള്ള മറ്റ് ഗ്രൂപ്പുകളുടെ വിലയിരുത്തൽ, ഗ്രൂപ്പുകളോട് വിയോജിക്കാനും ആ ഗ്രൂപ്പിലേക്ക് പോകാതിരിക്കാനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അവിടെ രക്ഷപ്പെടുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പോ അത്തരത്തിലേക്കുള്ള വിധി പ്രസ്താവങ്ങൾ, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോടുള്ളത്. ഇനി മറ്റു മനുഷ്യരെ വിലയിരുത്തുന്ന കാര്യത്തിൽ ഏതെങ്കിലും എനിക്കിഷ്ടമില്ലാത്ത ഒരാള്, അയാളുടെ പല പ്രവർത്തികളും സംസാരവും എനിക്കിഷ്ടമല്ല, അയാളുടെ ഒപ്പമാണ്
പുതുതായി കടന്നു വരുന്ന ഈ പുതുമക്കാരൻ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ അടുത്ത വിധി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ആ മനുഷ്യന്റെ ഒപ്പം നമ്മുടെ ഒരു ഇതിൽ പറയുന്ന മറ്റേ നെടുമുടി വേണുവിന്റെ ഡയലോഗ് ഉണ്ട്, നാശത്തിലേക്കാണ് നിന്റെ പോക്ക് എന്ന് പറയും. അയാളുടെ ഒപ്പമുള്ള നടത്തം ഇതൊക്കെ ഞാൻ നടത്തിയിട്ടുള്ള പ്രധാന വിധി പ്രസ്താവങ്ങളാണ്. ഇത് നാശത്തിനാണ് എന്ന് പറയുക. അപ്പൊ ആ അയാളെ കുറിച്ചും ആ മറ്റു മനുഷ്യനെ ആ ഒപ്പം നടക്കുന്ന ആളുടെ, അല്ലെങ്കിൽ അവനൊരു പൊട്ടനല്ല, അവൻ അവൻ്റെതായ ബുദ്ധി ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ബോധം എനിക്കില്ല. അല്ലെങ്കിൽ പല രീതിയിൽ അയാൾ ഇനി കുറെ കാലം കൊണ്ടുപോയി കഴിഞ്ഞാലും അവൻ അവന്റെ രീതിയിലേക്ക് പുറത്തു വരും. അതൊന്നും ഞാൻ കയറി ഡയറക്ടർ കളിക്കേണ്ട കാര്യമില്ല. അതൊക്കെ അവർ മനസ്സിലാക്കി വരും. എല്ലാം എന്റെ തലയിലൂടെയാണ് പോകുന്നത്, എന്റെ ചിന്തയിലാണ് ഈ ലോകം മുന്നോട്ട് പോകുന്നത് എന്നുള്ള ചിന്തയാണ്. ഇന്ന ആള് ഇന്ന രീതിയിൽ, ഇനിയിപ്പോ ഈ വ്യക്തിയെ കുറിച്ച് പോലും എന്റെ കാഴ്ചപ്പാട് ഞാൻ ഫുള്ള് നേരിട്ട് അറിഞ്ഞതല്ല. അതാ പരദൂഷണത്തിന്റെ കാര്യത്തിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റു മനുഷ്യരെ നമ്മൾ പൂർണ്ണമായി അറിയാത്ത കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ അവർക്ക് മാർക്കിടും. അവിടെയും വലിയ കുഴപ്പമാണ്. പിന്നുള്ളത് ഇന്ന ആള്, ചില ആൽക്കഹോളിക്സ് അനോണിമസിലെ പഴമക്കാർ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദമാണ് വാർപ്പ് മാതൃക എന്ന് പറയും. അത് ആദ്യകാലം മുതലേ ഉണ്ടായിരുന്നു. ആ വ്യക്തികൾ ഇപ്പൊ ABCD എന്ന് പറഞ്ഞ ആൾക്കാരെയൊക്കെ, അവരൊക്കെ എന്റെ കാഴ്ചപ്പാടിൽ വളരെ നല്ല എക്കാരാണ്. പറയുന്നുണ്ട് എയിൽ നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരൊന്നും ഇല്ലാന്ന് പറഞ്ഞാലും ഞാൻ എന്ത് ചെയ്യും, എന്റേതായ അളവ് പോലും നമ്മൾ പറയാറില്ലേ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഉണ്ട് ഇതില്. അപ്പൊ ഞാൻ എന്റെ കാഴ്ചപ്പാടുകൾ ഇത് ഞാൻ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോഴാണ് ഈ കുഴപ്പം വരുന്നത്. ഇവര് മാത്രം നല്ലതാണ്, ഇന്ന ആള് വേറൊരാളുടെ ഇൻവെന്ററി എടുക്കുകയാണ് ഇത് സംസാരത്തിലൂടെ. ഇന്ന ആളുടെ സ്പോൺസർഷിപ്പിലാണെങ്കിൽ അവൻ പളുങ്ക് പോലെ തിളങ്ങുന്ന, എങ്ങനെ എനിക്കത് പറയാൻ പറ്റുക മറ്റൊരാളെ കുറിച്ച്? ഇനി സ്പോൺസറാണോ സുബോധത്തിന്റെ താക്കോല്? സ്പോൺസർ അതിലാണ് എത്രയോ പേരുണ്ട്. സ്പോൺസർ ആരെന്നുള്ളതല്ല, ആ സ്പോൺസർ ഞാൻ എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്റെ സ്പോൺസർ എങ്ങനെയായിട്ടും കാര്യമില്ല. പല ആൾക്കാരും ഞാൻ കേൾക്കണല്ലോ സ്പോൺസർ പറഞ്ഞത്. ഒരേ സ്പോൺസറുടെ രണ്ടല്ല മൂന്ന് തരത്തിലുള്ള സ്പോൺസറുകളെ അറിയാം. അതിൽ റിക്കവറിയെ വരാതെ ഉള്ള ആളുകളെ അറിയാം. ആ കുടിയും കുടിക്കാതിരിക്കലും അവരവരുടെ കയ്യിലാണ്. ഇനിയിപ്പോ സ്വഭാവത്തിന്റെ കാര്യം പോലും സ്പോൺസർ നന്നായോണ്ട് കാര്യമില്ല എന്നുള്ള, അവിടെ അത് വിധി പ്രസ്താവങ്ങളാണ്, നമ്മുടെ കാഴ്ചപ്പാടുകൾ. അങ്ങനെ എനിക്ക് ആദ്യകാലത്ത് എനിക്ക് ഈ മീറ്റിംഗിൽ വിഷയാവതരണം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു മീറ്റിംഗിലേക്ക് സംസാരിപ്പിക്കാനായിട്ട് കൊണ്ടുവരികയും പുതുമക്കാർക്ക് ഇഷ്ടാവട്ടെ, പുതുമക്കാർ കേട്ടോളും, അതൊക്കെ എന്താ ഇതിന്റെ അടുത്ത വിധിയാണ്. ഈ പുതുമക്കാർക്ക് ഇങ്ങനെ ആകുമെന്ന് ഞാൻ കരുതുകയാണ്. പുതുമക്കാർ എന്നോട് പറഞ്ഞു ഇങ്ങനെ ആയിരിക്കും, പുതുമക്കാരുടെ മൊത്തം മനസ്സ് എനിക്കറിയോ, ഈ പുതുമക്കാരുടെ മൊത്തം കൊട്ടേഷൻ എടുക്കാൻ ഞാൻ ആരാ? പുതുമക്കാർക്ക് വേണ്ടി സംസാരിക്കുക, പുതുമക്കാർക്ക് ഇന്നത് വേണം. ആരെന്ത് പുതുമക്കാർ? അവർക്ക് അറിയുന്നേ, അവർ പഠിച്ചു വരും, എല്ലാവരും അങ്ങനെ പഠിച്ചു വന്നവരാ. ഒരു സുപ്രഭാതത്തിൽ ക്യാപ്സ്യൂൾ അടിച്ചിട്ട് തള്ളി കയറ്റുന്നതല്ല പുതുമക്കാരുള്ള. ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നുണ്ട്, ടെമ്പററി സ്പോൺസർഷിപ്പ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അത്തരത്തിലേക്ക് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ ഇത് ഇന്നതായിരിക്കും, ഇങ്ങനെ ഉൾക്കൊള്ളാനായിട്ട് പറ്റും, അങ്ങനെയല്ല അയാളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ തോന്നലുകളാണ്. എന്നിട്ടോ ആ മീറ്റിംഗ് കയറി കഴിഞ്ഞ പുതുമക്കാർ ചേച്ചി ചെങ്ങാതിയൊക്കെ എന്തായാലും സംസാരിച്ചു, വല്ല പാസ്റ്ററും വല്ലതും ആണോ അയാൾ എന്നൊക്കെ ഞാൻ ആകെ അയ്യത്തറാന്നായി. ഞാൻ വലിയ കാര്യമായിട്ട് ഇതിനെ കൊണ്ടുവന്ന എനിക്കിഷ്ടമാണ്, അത്രേ ഉള്ളൂ, സംഗതി അത്രയാണ്, അതാണ് സത്യം. എനിക്കിഷ്ടം, അവിടെയാണ് പോയിന്റ്. എന്റെ ഇഷ്ടങ്ങൾ മറ്റുള്ളവർക്ക് ഇഷ്ടമാവണമെന്നില്ല, എന്റെ കാഴ്ചപ്പാടല്ല മറ്റുള്ളവർക്ക്. അപ്പൊ മറ്റുള്ളവരുടെ ചിന്തയിൽ കയറി ഇരിക്കേണ്ട ഞാൻ, അതാണ് പ്രധാനം ഇതിന്റെ. ഇനി അടുത്തൊരു വിധിയാണ് ഖത്തറിലെ മീറ്റിംഗ് ആണ് മോനെ മീറ്റിംഗ് എന്ന് പറയുകയല്ലേ. ഖത്തർ എന്ന് പറഞ്ഞാൽ അമേരിക്കയായിട്ട് നേരിട്ട് GSO, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഏറ്റവും വലുത് ഗ്രൂപ്പാണ്. ഓരോ ഗ്രൂപ്പ് ഇൻഡിവിജ്വാലിറ്റി പ്രവർത്തിക്കേണ്ടതാണ്. മറ്റൊക്കെ അതിന്റെ സേവന ഘടകങ്ങളും മറ്റു കാര്യങ്ങളും നടത്താനാണ് ഈ GSO ഒക്കെ ഉള്ളത്. അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് ഇതിൽ വലിയ റോളൊന്നുമില്ല. ഉണ്ട്, അവിടെ നന്നായിട്ട് പ്രവർത്തനം നടക്കുന്നുണ്ട്. കുറെ കൂടിയൊക്കെ അവിടെ എയുടെ കാഴ്ചപ്പാടും വളരെ കൃത്യമാണ്. ഏറ്റവും കൂടുതൽ ഗ്രൂപ്പുകൾ ഉള്ളത് അമേരിക്കയിലും കാനഡയിലും ഒക്കെയാണ്. അതിന്റെ പ്രവർത്തനങ്ങളും അങ്ങനെയാണ്, അത് സത്യമാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും എനിക്കതൊരു കമ്പയർ, നമ്മുടെ പാരമ്പര്യങ്ങൾ തന്നെ പറയുന്നുണ്ട് വേറൊരു മീറ്റിംഗ് വെച്ചിട്ട് അടുത്ത മീറ്റിങ്ങിനെ കമ്പയർ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഏറ്റവും വലിയ വിധി പ്രസ്താവങ്ങൾ നടത്തുകയും, കാരണം ഞാൻ വലിയ സംഭവത്തിലാ പോണം, നിങ്ങൾ അത്ര അല്ല എന്ന് പറയുന്ന സാധനമാണ്. ഖത്തറിലെ മീറ്റിംഗ് ഭയങ്കര മീറ്റിംഗ് ആണ്. മറ്റ് മീറ്റിങ്ങുകളുടെ കുറ്റങ്ങൾ പറയുക, മറ്റ് മീറ്റിങ്ങുകളെ വിധിക്കുക, ഇതിന്റെ രീതികൾ ശരിയല്ല, ഇതിന്റെയൊക്കെ അവസ്ഥകൾ ഇന്നതായിരിക്കും, ഇങ്ങനെയാണ്. ഇതൊക്കെ നമ്മൾ പറയേണ്ട രീതിയിലേക്ക്, അല്ലെങ്കിൽ ആ നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞു, ആ രീതിയിലല്ലാതെ ആകർഷിപ്പിക്കുന്ന തരത്തിലല്ലാതെ നമ്മൾ വിമർശനങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ഇന്ന് മനസ്സിലാക്കുന്നു, അതൊന്നും ഉപകാരത്തിന് ഉപരിയായിട്ട് മറ്റുള്ളവർക്ക് എന്നോടുള്ള വിരോധമായിട്ടും കാര്യങ്ങൾ, ഞാൻ മറ്റുള്ളവരെ സഹായിക്കുകയല്ല ചെയ്തിരുന്നത്,
മറ്റേത് സഹായിക്കുക എന്ന വ്യാജേന വിമർശിക്കുകയും എന്റെ ധാർമ്മികതയെ പറയാൻ ഞാൻ വലിയ സംഭവമാണെന്ന് പറയാനുള്ള ശ്രമമാണ് ഖത്തറിലെ മീറ്റിങ്ങിനെ പൊക്കി പറഞ്ഞിരുന്നത് എന്ന് തിരിച്ചറിവ്. ഇനി ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഒരു കുഴപ്പം തരും. ഈ പ്രോഗ്രാം എഴുത്തും മറ്റു പരിപാടിയും ഞാൻ നേരത്തെ പറഞ്ഞു, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പടികൾ എഴുതി ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഞാനത് മനസ്സിലാക്കി ഒരു സ്പോൺസർ എടുത്തിരുന്നത് കൊണ്ടോ കാര്യമില്ല. അത് മാത്രം കൊണ്ട് കാര്യമില്ല. ഞാനത് പ്രവൃത്തിയിലേക്ക് കടന്നു വരേണ്ടതും എൻ്റെ ഉള്ളിൽ അത് കൃത്യമായി പ്രവർത്തിക്കേണ്ടതുമാണ്. ഇത് പ്രവർത്തിക്കാതെ ആ തുടക്കത്തിൽ ഇങ്ങനെ നിന്ന് ഏടെ പ്രോഗ്രാം എന്തോ ഭയങ്കര സംഭവമായിട്ട് ഇപ്പോ അടിമുടി മാറ്റി, അപ്പൊ ഞാൻ പ്രോഗ്രാം ചെയ്തുകൊണ്ട് ഞാനൊരു സംഭവമായി എന്ന് കരുതുന്നത് കൊണ്ട് എന്താ പറ്റിയ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം ഇങ്ങനെയാണ്, ഇങ്ങനെ പടികൾ ചെയ്യുന്നത് മാത്രമേ ചെയ്യാവൂ എന്നുള്ള ഒരു സാധനമുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് അതിന്റെ വേറൊരു കാര്യം പറയാം. അപ്പൊ മൂന്നാമത്തെ പടിയാണെങ്കിൽ ഇപ്പൊ ലിറ്ററേച്ചർ പരമായിട്ട് ചില വലിയ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തിരുത്തണം. അതല്ലെങ്കിൽ നമ്മൾ ഈ ടേൺ ദ വിൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് മൂന്നാമത്തെ പടിയിൽ. ദൈവത്തിലേക്ക് തിരിച്ചുവിടലാണോ വിട്ടുകൊടുക്കുക, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തർക്കിക്കും. ഇപ്പൊ നേരത്തെ നമ്മുടെ ഇവിടെ പറഞ്ഞ ഇൽനെസ്സും അതേപോലെ ഡിസീസും ഉണ്ട്. ഞാനത് കേട്ടപ്പോൾ ഉടനെ അടിച്ചു നോക്കുകയാണ്, ഇൽനെസ് എന്ത്, ഡിസീസ് എന്താ അവര് പറയുന്നത്, ഉടനെ മറുപടി പറയണം. യഥാർത്ഥത്തിൽ ഇതിലൊന്നും യാതൊരു കാര്യമില്ല. ഇത് രോഗമാണോ രോഗാവസ്ഥയാണോ അല്ലെങ്കിൽ നമ്മൾ വില്ല് ഇത് മാലഡി ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ബേസിക്കലി എന്താണ് ഈ പ്രശ്നമാണ് ഇത്. രോഗം പേരുകൾക്കൊന്നും പ്രാധാന്യമില്ല, ഇൽനെസ്സോ ഡിസീസിനോ. സംഗതി ഇതുകൊണ്ട് കുഴപ്പമാണ്. ആ കുഴപ്പമാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പേരിൽ തർക്കം ഉണ്ടാക്കുന്നത് എയുടെ ഉള്ളിൽ. എയുടെ പ്രോഗ്രാം ഇങ്ങനെയാണ്, ഇതിനപ്പുറം വേറെ ആൾക്കാരില്ല. ഞാൻ മനസ്സിലാക്കിയ വാർപ്പ് മാതൃകൾ ചെയ്ത പടികളാണ് യഥാർത്ഥത്തിൽ ശരി, മറ്റവരൊന്നും ചെയ്യുന്നത് പടികളല്ല എന്ന് പറയുന്ന എന്റെ വിധി പ്രസ്താവം. അവിടെയും ഞാൻ മറ്റുള്ളവരുടെ ഇൻവെന്ററി എടുത്തുകൊണ്ടായി പറയുന്നത്. മറ്റുള്ളവരുടെ രീതികൾ തീർച്ചയായിട്ടും അതിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും, മല വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ എന്റെ ധാർമ്മികത പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ എവിടെ നിൽക്കുന്നു, ഏത് പ്രോഗ്രാമിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇത് പ്രഖ്യാപിക്കുന്നത് എന്നുള്ള ചോദ്യം എന്നോട് ചോദിക്കാറ്. ഇന്ന ആളുടെ ഒപ്പം ചെയ്യുക അല്ലെങ്കിൽ ഇന്ന രീതികളാണ് ശരി എന്ന പ്രഖ്യാപനങ്ങൾ. ഇപ്പോ മറ്റുള്ള ആളുകളുടെ ഇതിന്റെ ഏറ്റവും വലിയ കുഴപ്പം വരുന്നത് ഇവിടെയും ഷെയറിങ്ങുകൾ ആണ് അടുത്ത വിധി പ്രസ്താവത്തിന്റെ അളവുകോലായിട്ട്. മറ്റുള്ളവരുടെ ഷെയറിങ്ങുകളിൽ നിന്ന് എനിക്ക് എടുക്കേണ്ട കാര്യങ്ങൾ എടുക്കാതെ, നിന്റെ വിധി എടുക്കുന്ന ഷെയറിംഗ് എന്നല്ലേ, ഈ ഷെയറിങ് കേട്ടിട്ട് അതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ എടുത്ത് ഉപയോഗിക്കാനാണ് എന്നോട് പറഞ്ഞത്. മറിച്ച് ഞാൻ എന്താ ചെയ്യുക, ഈ ഷെയറിങ്ങുകളിൽ നിന്ന് ആ വ്യക്തിയെ വിലയിരുത്തുന്നു. അപ്പൊ എനിക്ക് ഉപകാരമില്ലാതെ ഷെയറിങ് മാറ്റപ്പെടുകയാണ്. ഇവിടെ വിധി പറയാനായിട്ട് ഷെയറിങ് കേൾക്കുന്നതുകൊണ്ടാണ് ഇത് സംഭവിച്ചെന്നുള്ളതാണ്. അപ്പൊ ഈ എന്നോട് ഒരസുന്ന, ഞാനുമായി എന്തെങ്കിലും കാര്യത്തിൽ ഉടക്കുണ്ടായ ആളുകൾ, അവരുമായിട്ട് അവര് താഴ്ത്തിക്കെട്ടാനായിട്ട് എനിക്കിഷ്ടമില്ല. അയാൾ എനിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞതായിരിക്കാം, അത് ഞാൻ വേറെ സ്ഥലത്ത് നിന്ന് കേട്ടാണ്, ഉടൻ തന്നെ അവരെ കുറിച്ച് മറ്റുള്ളവരോട് ചേർന്നിട്ടുള്ള പരദൂഷണത്തിന്റെ പരിധിയിൽ വരുന്ന രീതിയിൽ അവരെ കുറിച്ചുള്ള വിധി പ്രസ്താവങ്ങൾ മറ്റുള്ള ആളുകളുമായിട്ട് ചേർന്ന് നടത്തുക. ഇനി അടുത്ത സംഭവം, ഈ ഞാൻ ഈ പുകയിലൊക്കെ മാറ്റി അല്ലെങ്കിൽ മറ്റു ദുശീലങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഈ പുകയില നിർത്താത്ത ആൾക്കാരെ കുറിച്ചിട്ട് പേടിപ്പിക്കുന്ന രീതിയിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിൽ ഷെയർ ചെയ്യുമ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കണം. അതിനെക്കുറിച്ച് ക്യാൻസർ വന്ന് മരിച്ച ആൾക്കാരുണ്ടാവും. ഏതെങ്കിലും ആൾക്കാർ ഈ ഭയം കൊണ്ട് നിൽക്കുമോ? മദ്യത്തിന്റെ കുപ്പിയിൽ വരെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് കുടിച്ചാൽ ആരോഗ്യത്തിന് ഹാനികരാന്ന് പറഞ്ഞ് കുടിച്ച ആളാ. മാത്രമല്ല എത്ര എത്ര ഇതാണ് ആലോചിച്ച് നോക്കണം. അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളോട് ഞാൻ എന്തോ വലിയ സംഭവമായത് കൊണ്ടാണ് അത്തരത്തിലേക്കുള്ള വിധി പ്രസ്താവനകൾ നടത്തുക. മറ്റുള്ളവരുടെ ഭാവിയും അവരുടെ മരണവും അവരുടെ കാര്യങ്ങളും എന്നിലൂടെയാണ് എന്നുള്ള തോന്നലുകൾ വരുന്നോണ്ടാണ് നമ്മൾ എന്നിട്ടോ മറ്റുള്ളവരെ സഹായിക്കാനാന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്നത്. അപ്പൊ അത് വളരെ കൃത്യമായിട്ട് എന്നോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇനി ഓരോ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആ സംഭവിച്ച കാര്യങ്ങള്, ഈ കാര്യങ്ങൾ ഇങ്ങനെയേ വരൂ എന്ന് എനിക്കറിയാമായിരുന്നു, അവന്റെ കാര്യത്തിൽ ഇങ്ങനെയാ സംഭവിക്കുക അല്ലെങ്കിൽ അത് അങ്ങനെ ആയിരിക്കും എന്ന് പറയുന്ന വിധി പ്രസ്താവനകൾ. നേരത്തെ പറഞ്ഞ രീതിയിൽ മറ്റുള്ള ആളുകളുടെ പടി ചെയ്ത രീതികളെ കുറിച്ചും, ഇന്ന ഭാഗത്തുള്ള ആളുകൾ അല്ലെങ്കിൽ ഇവിടെയുള്ള ഓരോ മനുഷ്യർക്കും പ്രത്യേക രീതിയിലേക്കുള്ള കോളങ്ങൾ തരംതിരിച്ചുകൊണ്ട്, ഒരിക്കലും നമുക്ക് അങ്ങനെ രാജസ്ഥാനിലെ ആളുകൾക്ക് പ്രത്യേക കഴിവോ ബോംബെയിലെ ആളുകൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ഒന്നുമില്ല. അതൊക്കെ എന്റെ കാഴ്ചപ്പാടുകൾ മാത്രമാണ്. ഖത്തറിലെ അല്ലെങ്കിൽ ദുബായിലെ ആളുകൾ. അപ്പൊ ഈ എന്റെ കാഴ്ചപ്പാടിലുള്ള
രീതികൾ മാത്രമാണ്, ഞാൻ അറിഞ്ഞ രീതികളാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൊണ്ടാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന് എന്റെ വിലയിരുത്തൽ, എന്റെ കാഴ്ചപ്പാടിൽ ഇങ്ങനെ ആയിരിക്കും. അത് എന്റെ മാത്രം കാഴ്ചപ്പാടാണ്, അതായിരിക്കില്ല മറ്റുള്ളവർ. അപ്പൊ എന്താണ് ഇത്തരത്തിലേക്കുള്ള വിധി പ്രസ്താവങ്ങളുടെ കുഴപ്പങ്ങൾ എന്താന്നുള്ളതാണ്. എനിക്ക് എന്താ സംഭവിക്കുന്നത് പ്രോഗ്രാം എനിക്ക് പറഞ്ഞു തന്നാണ് ഞാൻ പറയാം. ഈ വിധി, ഞാൻ ഇത്തരത്തിലേക്കൊക്കെ ഇങ്ങനെ മറ്റുള്ളവരുടെ വിധികൾ പറയുക, മറ്റുള്ളവരെ കുറിച്ചുള്ള വിലയിരുത്തൽ നടത്തുമ്പോൾ എന്താ സംഭവിക്കുക? ഒന്ന്, ഈ പറയുന്ന വിധികളൊന്നും സത്യമായിരിക്കില്ല എന്നതാണ് ആദ്യത്തെ കാര്യം. ഈ വിധി വരുന്നത് എന്റെ കാഴ്ചപ്പാടുകളിൽ നിന്ന്, എന്റെ ധാരണകളിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ്. ഇത് എന്നിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവും. ആദ്യത്തെ കുഴപ്പം എന്ന് പറഞ്ഞാൽ, ഒന്ന്, മറ്റു മനുഷ്യരെ പരിപൂർണമായിട്ട് ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റില്ല എന്നുള്ളത്. പുതിയ അറിവുകൾ, ഇങ്ങനെ വിധി പ്രസ്താവനകൾ ഞാൻ നടത്തുമ്പോൾ ഒരാളുടെ ഷെയറിങ്ങിൽ നിന്ന് എനിക്ക് പുതുതായിട്ട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റില്ല. ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നുണ്ട് ഡെയിലി പഠിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്, ഓരോ ദിവസവും പുതിയ പാഠങ്ങൾ പഠിക്കേണ്ടതാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് ഉണ്ടാവില്ല. എയുടെ പ്രോഗ്രാം പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ആ ഹോണസ്റ്റി അടുത്ത് കൂടെ പോകില്ല. ഹൗ ഇറ്റ് വർക്സിന്റെ ഹോണസ്റ്റിയാ സ്റ്റാൻഡ് ചെയ്യുന്നവരാണ്. ഓപ്പൺനെസിന്റെ കാര്യം പറയുകയുണ്ടോ, തുറന്ന മനസ്ഥിതി ഇല്ല. തുറന്ന മനസ്ഥിതിയും ഹോണസ്റ്റി ഉണ്ടെങ്കിലാണല്ലോ ഈ പ്രവർത്തിക്കുക. എയുടെ പ്രോഗ്രാം പ്രവർത്തിക്കില്ല. അതാണ് വിധിയുടെ ഒരു കുഴപ്പം, ആദ്യത്തെ കുഴപ്പം. ഇനി മറ്റാൾക്കാരോട് കടുത്ത അസൂയ എന്നിലുണ്ടാവും ഞാൻ ഈ പ്രസ്താവന നടത്തിയിട്ടുള്ള ആളുകളോട്. കാരണം അവരുടെ വളർച്ച, മറ്റുള്ള ആളുകൾ ഇങ്ങനെ വളരുകയാണ്. അപ്പൊ ഞാൻ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഉണ്ടാകുന്ന വളർച്ചയൊക്കെ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം എന്താ, ഇവൻ രക്ഷപ്പെടില്ല എന്ന് ഞാൻ പറഞ്ഞു, അവൻ എങ്ങനെ കുടിക്കാതെ ആയ? എന്നിട്ടോ ഒരു സൈഡിൽ ഞാൻ പറഞ്ഞില്ലേ മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായി മാറാൻ എന്ന ആ പ്രോഗ്രാം എവിടെ നിൽക്കുന്നു എന്ന് ആലോചിക്കണം. മറ്റുള്ളവരുടെ ഉയർച്ചകളും നേട്ടങ്ങളിലും വല്ലാതെ വേദനിക്കും നമ്മൾക്ക്. വല്ലാത്തൊരു വേദന, മറ്റുള്ള പറയില്ല എന്താണെന്നറിയില്ല, ഒരു വല്ലാത്തൊരു വേദന മറ്റേ അയൽക്കാരന്റെ നേട്ടം കാണുമ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു വേദന ഉണ്ടാവും. നമുക്കത് കിട്ടാത്ത അവന്റെ ഉയർച്ചകൾ കാണുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല. നമ്മൾ അതിന്റെ കുറ്റങ്ങൾ പറയുന്നതിന്റെ പ്രധാന കാരണം അതാണ്. അപ്പൊ ഈ വിധി പ്രസ്താവന നടത്തുമ്പോൾ നമ്മുടെ വിധികൾക്കെതിരെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അസൂയ ഉണ്ടാകും. മറ്റുള്ളവരുടെ ഉയർച്ചയും നേട്ടവും കാണുമ്പോൾ നമ്മൾ കൂടുതൽ വേദന. നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത് എന്തിനാണോ അതിന്റെ നേർ വിപരീതത്തിലേക്ക് നമ്മൾ പോകും എന്നുള്ളതാണ്. വേറെ ഒരു പ്രധാന പ്രശ്നം, നമ്മൾ ആരെയാണോ ഈ വിധിച്ച ആളുകളിലേക്ക് നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കുക, അവരുടെ നാശം നോക്കിയിരിക്കുന്നവരായിട്ട് നമ്മൾ മാറുകയാണ്. അവിടെ ഞാൻ പറഞ്ഞില്ല ഇന്ന ആ എക്സ് എവിടെ, അവിടെ ഉണ്ടോ, എന്താ എക്സിന്റെ അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിലെങ്കിലും എക്സ് കുടിച്ചു എന്ന് കേൾക്കാൻ ഒരു ആഗ്രഹം എന്നിലുണ്ടാകുന്നു. ഞാൻ എവിടെയാ മറ്റുള്ളവരെ സഹായിക്കുന്നവനായിട്ട് മാറുന്നത്? ആ ചോദ്യത്തിലില്ലേ എന്റെ വിധി? അപ്പൊ എന്താ സംഭവിക്കുന്ന, എക്സ് കുടിക്കാതിരിക്കുക എന്നല്ല, എക്സ് കുടിച്ചു എന്ന് കേൾക്കണം. കാരണം ഇപ്പൊ ഏലില്ല അവൻ. സംഗതി ഏലില്ലെങ്കിൽ കുടിക്കുന്നുള്ള കാര്യമൊക്കെ അവിടെ സത്യമാണ്, അത് സ്വാഭാവികമാണെന്നേ. പക്ഷെ എന്റെ ഉള്ളില് എങ്ങനെയെങ്കിലും അവൻ കുടിക്കാതിരിക്കട്ടെ എന്നുള്ള ചിന്തയ്ക്ക് പകരം ഇത് വരുമ്പോ എത്രത്തോളം നെഗറ്റീവായിട്ട് എന്നെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവിടെ മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായി മാറാൻ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിൽ പറഞ്ഞു, ബില്ല് പ്രാർത്ഥനയെ കുറിച്ച് പറയാറുണ്ട്. ബില്ലിന്റെ ജീവിതത്തിൽ ആത്മീയമായ ഉണർവുണ്ടായപ്പോ ബില്ല് ചെയ്ത പ്രധാന കാര്യം, എന്നെ കൊണ്ട് മറ്റുള്ളവർക്കുണ്ടാകേണ്ട പ്രയോജനക്ഷമതയ്ക്കൊഴിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല എന്ന വാചകമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എയുടെ പ്രോഗ്രാം പ്രാർത്ഥനകൾ മുഴുവൻ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. 12 പ്രാർത്ഥനകളായിട്ട് നമ്മൾ ക്രോഡീകരിക്കാറുണ്ട്. 83, 84 പേജിലെ പ്രാർത്ഥനകളിലൊക്കെ തന്നെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പ്രാർത്ഥന, നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകാൻ നമ്മുടെ സ്വേച്ഛ മാറ്റുക, സ്വാർത്ഥത മാറ്റുക എന്ന പ്രാർത്ഥനയാണ്. ഇതിന്റെ നേർ വിപരീതത്തിലേക്ക് നമ്മൾ മാറും. പിന്നെ ഉള്ളതാണ് ദ്വന്ദ്വ വ്യക്തിത്വം. പരസ്യമായിട്ട് നമ്മൾ ഒന്ന് പ്രകടിപ്പിക്കുകയും പുറത്ത് ചിരിക്കുകയും ഉള്ളിൻ്റെ ഉള്ളിൽ പല്ലിറുമുകയും ചെയ്യുന്ന പ്രകൃതം. ഇതുകൊണ്ട് ആർക്കാ നഷ്ടം? നമ്മക്കാണ് നഷ്ടം, മറ്റുള്ളവർക്കല്ല. ഞാനത് ചെയ്യുമ്പോൾ എനിക്കാണ് നഷ്ടം. ഇത് തീർച്ചയായിട്ടും അമിതമായ ചിന്തകൾ എൻ്റെ ഉള്ളിലുണ്ടാക്കും. എനിക്ക് കറന്റ് അഫയർ, ഇന്നത്തെ ദിവസം ഇവിടെ ഈ മീറ്റിംഗിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. എന്റെ ചിന്തകൾ ഒഴുകി പരന്നുകൊണ്ടേയിരിക്കുകയല്ലേ. ഈ ചിന്തകൾ വിധിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കുറിച്ചല്ല ചിന്ത ഉണ്ടാവുക. ഇത് പ്രധാനമായിട്ട് ഇനി ശാസ്ത്രീയമായിട്ട് പറയാൻ, ഇത് കോർട്ടിസോൾ ഉണ്ടാക്കും എന്റെ തലച്ചോറിൽ. എന്റെ ശരീരത്തിനും മറ്റെല്ലാ കാര്യത്തിലും ദോഷകരമായിട്ട് മാറും. പിന്നെ ഉള്ളത് ഇടുങ്ങിയ മനോഭാവം കടന്നു വരും. തുറന്ന മനസ്ഥിതിക്ക് പകരം നമ്മളിങ്ങനെ ഇടുങ്ങി പോകുന്ന ആളുകളായിട്ട്, മറ്റു മനുഷ്യരെ ഉൾക്കൊള്ളാതെ ആകുക.
മറ്റുള്ളതിലെ നെഗറ്റീവ് മാത്രം കാണുന്നവരായിട്ട് നമ്മൾ മാറും. നമ്മൾ അറിയില്ല നമ്മളിൽ ഇത് രൂപപ്പെടുന്നത്. ഒരാളുടെയും ഗുണങ്ങൾ കാണാൻ പറ്റാത്ത സ്വഭാവം നമ്മളിൽ വരും. അപ്പൊ എന്താ ഉണ്ടാവുക? സന്തോഷിക്കാൻ പറ്റില്ല. ഒരു കാര്യത്തിലും നമുക്ക് തൃപ്തി ഉണ്ടാവില്ല. എല്ലാ കാര്യത്തിനും കുറ്റം പറയുന്നവരായിട്ട് മാറും. വീട്ടിലടക്കം ഇതിന്റെ പ്രതിഫലം ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളതാണ്. പ്രതിഫലനം കാണും. പിന്നെ ശത്രുത. അത് ഏത് തരത്തിലാണ്? രണ്ട് തരത്തിലാണ്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ശത്രുത ഉണ്ട്, നമുക്ക് മറ്റുള്ളവരോട് നമ്മൾ അറിയാത്ത ശത്രുത ഉണ്ട്, അത് നമുക്ക് അറിയ പോലും ഇല്ല. ഇനി വേറൊരു കാര്യം, നമ്മൾ ഈ വിധി പ്രസ്താവന നടത്തിയത് ഈ മദ്യാസക്തർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയരുത് എന്ന് പറഞ്ഞ കാര്യം എന്തായാലും മേലിൽ ഫ്ലാഷ് ആവും. ഒരാളോട് നമ്മൾ പറയരുത് എന്ന് എന്നോട് മാത്രം പറയണമെന്ന് പറഞ്ഞാൽ അയാൾ ഇതേപോലെ 5 ആളോട് പറയരുതിട്ടോ എന്ന് പറഞ്ഞിട്ട് അത് ഒരു സംശയവും വേണ്ട, അതിൽ ഫ്ലാഷ് ആവും. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മറ്റുള്ളവർ അറിയാം. ഞാൻ അറിയാതെയും ചിലപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ അപ്പുറം കുറച്ചുകൂടിയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പുതിയ വിരോധങ്ങളും ശത്രുതയും കടന്നു വരികയാണ്. ഒരു കാര്യമില്ലാണ്ട് നമ്മളോട് വിരോധം, നമുക്കറിയില്ല ഇപ്പൊ എന്താ ഒരു വിരോധം എന്ന് നമ്മൾ വിചാരിക്കും. നമ്മൾ പണ്ടെപ്പോഴോ ഉരുട്ടിയ പന്ത്, അതാണ് ഈ കുഴപ്പം. ഈ ശത്രുത കടന്നു വരും. ഒരു കാര്യമില്ലാണ്ട് നമ്മളോട് ദേഷ്യം ഉണ്ടാവും, നമുക്കത് വീണ്ടും കുഴപ്പങ്ങളായിട്ട് മാറും. ഇതെല്ലാം നമ്മുടെ പ്രോഗ്രാം പറയുന്നുണ്ട്. എന്തിനാണ് 12-ാം പടിയൊക്കെ എടുക്കേണ്ടത് എന്ന് പറയാറുണ്ട്. വൃത്താകൃതിയിലുള്ള ദ്വാരങ്ങളിൽ കയറ്റാത്ത ചതുരക്കട്ടയായി എന്നെ മാറ്റും. ആ വൃത്താകൃതിയിലുള്ള ദ്വാരത്തിൽ കയറണം എന്നുണ്ടെങ്കിൽ വൃത്താകൃതിയിലുള്ള ചതുരക്കട്ടയാവണം ഞാൻ. ജീവിതത്തെ ജീവിതമാകുന്ന രീതിയിലേക്ക് എനിക്ക് എടുക്കാനായി പറ്റുക എന്നതാണ് 12-ാം പടിയുടെ ഉദ്ദേശം. അതെനിക്ക് പറ്റില്ല. ആ ഒരു കൂട്ടത്തിൽ ഇരിക്കുമ്പോഴും സന്തോഷവും സമാധാനവും അറിയാത്തവരായി വാക്കുകളെ കൊണ്ട് സന്തോഷവും സമാധാനവും പറയുന്നവനായിട്ട് മാറും. മറ്റുള്ളവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലുമാവും നമ്മുടെ സന്തോഷം. മറ്റുള്ളവർ നമ്മളെ പുകഴ്ത്തുമ്പോൾ മാത്രം സന്തോഷം കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ എനിക്കറിയാൻ പറ്റും എൻ്റെ സന്തോഷത്തിന്റെ ആഴം. എനിക്ക് ആ സന്തോഷത്തെ അനുഭവിക്കാൻ പറ്റും. അത് മറ്റൊരാളിടുന്ന വിലയല്ല. കാരണം ഞാൻ മറ്റുള്ളവരെ വിലയിടാതെ ആവുമ്പോൾ എനിക്ക് എന്നെ തന്നെ വേറൊരാളുടെയും വിലയിടലിൽ ഞാൻ വീണുപോയില്ല. അതാണ് ഇതിന്റെ പ്രധാന നേട്ടം. അപ്പൊ നമ്മൾ പറയാറുണ്ട് നമ്മളെ പ്രോഗ്രാം എന്തിനാണ്? എന്നെ സംബന്ധിച്ചുള്ള പ്രോഗ്രാം സന്തോഷവും സമാധാനവും ആ പ്രശാന്തതയും പുനഃസ്ഥാപിക്കാനാണ്. പ്രശാന്തത പുനഃസ്ഥാപിക്കുക എന്ന രീതിയിലേക്ക് എനിക്ക് മാറാനായിട്ട്, കുങ്കുമത്തിന്റെ നമ്മൾ പറയില്ലേ, കുങ്കുമം എന്താണെന്ന് അറിയാതെ ചുമക്കുന്ന കഴുതയെ പോലെ ആയി മാറാതെ വളരെ കൃത്യമായിട്ട് തന്നെ പ്രോഗ്രാം പറയുന്ന രീതിയിലേക്ക് എനിക്ക് എത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇത്തരം വിധി പ്രസ്താവനകളെ, ആ വിധിക്കുന്ന സംഭവങ്ങളിൽ നിന്ന് ഞാൻ മാറി നിൽക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പരിഹാരമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം പറയുന്ന പരിഹാരമായിരുന്നു, ഞാൻ തീർച്ചയായിട്ടും അമിതമായ വിധി പ്രസ്താവനകൾ നടത്തുന്നുണ്ട് എന്ന തിരിച്ചറിവിന്റെ പ്രോഗ്രാം തന്നിരിക്കും. അത് പൂർണ്ണമായിട്ട് ഞാൻ ആദ്യം എന്നോട് സമ്മതിക്കാൻ തയ്യാറായി. ഇത്തരം വിധി പ്രസ്താവനകൾ നടത്തുന്നുണ്ട്, അത് അത്തരത്തിൽ എളുപ്പമല്ല, ഇതൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിൽ അസ്വാഭാവികമായിട്ടുള്ള നടത്തുന്ന വിധി എന്നെ ബാധിക്കുന്നുണ്ട് എന്ന് ഞാൻ എന്നോട് സമ്മതിച്ചു. ഇത് വേറൊരാളോട് സത്യസന്ധമായിട്ട് പങ്കുവെക്കാൻ തയ്യാറായി. ഇവിടെയാണ് എയുടെ പ്രോഗ്രാം പ്രവർത്തിക്കുന്ന ഒന്നായിട്ട് മാറുന്നത്. ഒരാളോട് പങ്കുവെക്കുകയാണ്, മീറ്റിങ്ങിലല്ല. അവിടെ ആ പങ്കുവെക്കുന്നതിനോടൊപ്പം ആ സന്നദ്ധത കടന്നു വരും. ആ സന്നദ്ധത കടന്നു വരികയും പ്രോഗ്രാം പറയുന്ന രീതിയിൽ തുടർച്ചയായിട്ട് ശ്രമങ്ങൾ നടത്തും. 6-ാമത്തെയും 7-ാമത്തെയും പടികളിലൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ള പോലെ ആ രീതിയിലേക്ക് ഈ കാര്യത്തിലും ഞാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു സുപ്രഭാതത്തിൽ നേടിയെടുക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ എന്ത് ചെയ്യണം? അത്തരം കാര്യങ്ങൾ, മറ്റുള്ളവരെ ബാധിക്കാവുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് എൻ്റെ വിധി പ്രസ്താവനകളെ കരുതിയിരിക്കാൻ എന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നുള്ള കൃത്യമായ ബോധ്യം കടന്നു വരുന്നു. മറ്റൊരാളോട് ഞാനിത് നടത്തി പോകുന്നുണ്ട് എന്ന് പറയാൻ പറ്റുന്നുണ്ട്. അപ്പം വലിയ രീതിയിൽ മാറ്റം ഉണ്ടാവാൻ തുടങ്ങി, അല്ലെങ്കിൽ മാറ്റം കടന്നു വരുന്നുണ്ട്. ഇനി ഈ പറയുന്ന മറ്റുള്ളവരെ വിമർശിക്കുന്ന അതേ സമയത്ത് തന്നെ ഈ വിമർശനത്തിന് കാരണമായ എൻ്റെ അപാകതകളിലേക്ക് നോക്കുക. അതൊരു പരിഹാരമായിരുന്നു എനിക്ക്. എൻ്റെ അപാകതകളാണ്, എൻ്റെ കുറവുകൾ എവിടേക്കോ മൂടി വെക്കാനും എൻ്റെ കുറവുകളെ കണ്ടെത്താനും കുറച്ചുകൂടി ശ്രമം ഞാൻ നടത്തേണ്ടതുണ്ട്. സത്യസന്ധമായിട്ട് എളിമപ്പെട്ടാലാണ് ഇത് കണ്ടെത്താൻ പറ്റുള്ളൂ. എൻ്റെ ഓരോ കുറവുകളും ഉള്ളതുകൊണ്ടാണ് എനിക്ക് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവും കാണുക, ആ നെഗറ്റീവിലേക്ക് വരുന്നത്. അപ്പൊ ഞാനത് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക, വീണ്ടും വീണ്ടും എൻ്റെ അപാകതകൾ. അപ്പൊ എനിക്ക് മറ്റുള്ളവരെ നോക്കേണ്ട വരില്ല. ആത്മപരിശോധന എന്റേതാവും, വേറൊരാളുടെ വിലയിരുത്തൽ പട്ടിക എൻ്റെ അടുത്ത് ഉണ്ടാവില്ല. അപ്പൊ ആ എൻ്റെ കുഴപ്പങ്ങൾ ലിസ്റ്റ് ചെയ്യുക, അത് മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ തുടർച്ചയായിട്ട് പ്രോഗ്രാം പറയുന്ന രീതിയിലേക്ക് നോക്കുക. അതിന് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തനങ്ങൾ എന്നെ വല്ലാതെ സഹായിച്ചു എന്നുള്ളതാണ് അടുത്ത പരിപാടി. അപ്പൊ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം പറയുന്ന രീതിയിൽ തുറന്ന മനസ്ഥിതിയിലേക്ക് മാറുക, മറ്റുള്ള ആളുകളുമായിട്ട് ചേർന്നുള്ള പ്രവർത്തനം, ലിറ്ററേച്ചറിന്റെ
വായന, ലിറ്ററേച്ചറിലെ കാര്യങ്ങളെ ജീവിതത്തിലേക്ക് പകർത്താനുള്ള തയ്യാറെടുപ്പ്, അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള എന്നെ കുറിച്ചുള്ള വിലയിരുത്തലും എൻ്റെ ജീവിതത്തിന്റെ മാറ്റവും എൻ്റെ ആ ഗ്രാറ്റിറ്റ്യൂഡിന്റെ പട്ടികകളും ഇതൊക്കെ എഴുതി വെക്കുമ്പോൾ എനിക്ക് മറ്റുള്ളവരുടെ വിലയിരുത്തൽ പട്ടിക എന്നുള്ള കുറേ ആശ്വാസമായി. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, മറ്റുള്ളവരുടെ സംസാരങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ഞാൻ തുടങ്ങി. ഇനി മറ്റ് ഏടെ പുറത്തുള്ള താല്പര്യമുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, അതിലേക്ക് കുറെ കൂടി ശ്രദ്ധ കൊടുക്കുക. അതിനൊക്കെ സമയത്തെ കൃത്യമായി വിനിയോഗിക്കാൻ തുടങ്ങി. പൂർണ്ണമായിട്ടും എന്ന ആശയം മാത്രമല്ല, തീർച്ചയായിട്ടും എൻ്റെ ബാക്കി കാര്യങ്ങൾ നടത്താനാണ്. അതിനോടൊപ്പം ഞാൻ ചെയ്യേണ്ട കടമകൾ, കുടുംബത്തിലെ ജോലികൾ, അതെന്റെ ഉത്തരവാദിത്തമായിട്ട് അവിടെ ചെയ്യുക. അതിലൊരു മടിയും വിചാരിക്കാണ്ട് അത് എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യാൻ തുടങ്ങുക. അപ്പൊ അവിടെയൊക്കെ വലിയ മാറ്റം ഉണ്ടാവും. കാരണം നമുക്ക് സമയം ഉണ്ടാവില്ല ഒരു കാര്യങ്ങൾക്ക്, ഇത്തരം കാര്യങ്ങൾക്ക്. പലപ്പോഴും അനാവശ്യമായ സമയമാണ് ഈ കാര്യങ്ങളിൽ എനർജി ചെലവഴിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. പല സാഹചര്യങ്ങളും നമ്മൾ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്ന പോലെ തന്നെ ആ നോ എന്ന് പറയാനും ആളുകളോട് വളരെ കൃത്യമായിട്ട് എവിടെയാണ് ഇത്തരം വിധി പ്രസ്താവനകളും വിധികളും കടന്നു വരുന്നത് എന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. അപ്പൊ നമ്മൾ മറ്റുള്ളവരുടെ കുഴപ്പങ്ങളും അതേപോലെ അവരുടെ കുറവുകളും നോക്കാതെ, അവർ വിധി പ്രസ്താവന നടത്തുന്നുണ്ടോ എന്ന് നോക്കാതെ, ഞാൻ എൻ്റെ വിധികളും എൻ്റെ വിധി പ്രസ്താവനകളിലേക്കും കടന്നു വന്നുകൊണ്ട് എൻ്റെ കുറവുകളും എൻ്റെ അപാകതകളിലേക്കും ഞാൻ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും മൂന്നാമത്തെ പടിയിൽ പറയുന്ന പോലെ ആ ഞാനാണ് സെൽഫ് സെന്റേഡ് ഈഗോ സെൻട്രിക് ആയ നടൻ, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ മറ്റുള്ളവർ പ്രവർത്തിക്കണം എന്നത്, ഇത് പലപ്പോഴും എൻ്റെ തന്നെ സ്വന്തം കാര്യങ്ങളിൽ എൻ്റെ താല്പര്യം, എൻ്റെ സ്വയം സഹതാപം, എനിക്ക് പല അപകർഷതാബോധവും ഉണ്ട്. അതുകൊണ്ടാണ് ഈ സംഭവിക്കുന്നത്. സ്വാർത്ഥതയാണ് എൻ്റെ പ്രശ്നങ്ങളുടെ മൂല കാരണം എന്ന ബോധ്യം. ആ സ്വാർത്ഥതയും അതേപോലെ ഭയം, എൻ്റെ മിഥ്യാധാരണകൾ, അതുകൊണ്ടാണ് നമ്മുടെ സഹജീവികളുടെ മേൽ കുതിര കയറുകയും അവർ എന്നെ തിരിച്ചടിക്കുകയും ചെയ്യുന്നത് എന്നുള്ള ബോധ്യത്തെ പുതുക്കുക. ഞാനല്ല ഈ ജീവിതത്തിന്റെ ഡയറക്ടർ എന്ന ബോധ്യം. അടുത്തതായിട്ട് ഈ ജീവിതത്തിന്റെ നാടകത്തിലെ ഡയറക്ടർ ഞാനല്ല എന്നാണ്. അത്തരം ഒരു നിലപാടിനെ പരിപൂർണമായിട്ട് എടുക്കുമ്പോൾ നമ്മളുടെ യജമാനനുണ്ടായി ആ യജമാനോട് സമീപവർത്തിയായിരിക്കുക എന്ന മൂന്നാമത്തെ പടിയുടെ 62ാമത്തെ പേജിൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ജോലി നന്നായി ചെയ്യുക, ആ ജോലി നന്നായി ചെയ്യാനായിട്ട് എന്നെ ഒരുക്കിയെടുക്കാനായിരുന്നു മൂന്നാമത്തെ പടിയുടെ പ്രാർത്ഥന പറഞ്ഞത്. ദൈവമേ, അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ എന്നെ പ്രവർത്തിപ്പിക്കുക. അപ്പൊ എന്താണ് ജീവിതത്തിൽ സംഭവിക്കുന്ന ആ രീതിയിലേക്ക് ഞാൻ എന്നെ പാകപ്പെടുത്തിയെടുക്കാൻ തുടങ്ങുന്നു. അതിനെന്താ ചെയ്യേണ്ടത്? സ്വാർത്ഥതയുടെ കെട്ടുപാടുകളിൽ നിന്ന് എനിക്ക് മോചനം ഉണ്ടാവണം. അപ്പോഴാണ് തീർച്ചയായിട്ടും എനിക്ക് ഐക്യത്തിലേക്ക് കടന്നു വരാൻ, യഥാർത്ഥ സേവനത്തിലേക്ക് പോകാൻ. അപ്പൊ എനിക്കൊരു വിധിക്കലുകളില്ലാതെ സേവനം ചെയ്യാൻ പറ്റും. ഞാൻ സേവനം ചെയ്യുന്നു, അതിനുശേഷമുള്ള കാര്യങ്ങളെ ഞാൻ വിടുന്നു. അയാൾ കയറി വരികയോ കയറി വരാതിരിക്കുകയോ, ക്രെഡിറ്റ് കൊടുക്കുന്നില്ല, മറ്റത് കൊടുക്കുന്നില്ല. അപ്പൊ നമുക്ക് എന്താ, നമ്മൾക്ക് പുകഴ്ത്തലുകളും വേണ്ട, എകഴ്ത്തലുകളിൽ നമ്മൾ തകർന്നു പോവില്ല. അപ്പോഴാണ് നമുക്ക് ദൈവത്തിന്റെ ഇംഗിതം എന്താണെന്ന് കൂടുതൽ ഭംഗിയായി നിറവേറ്റാൻ എന്റെ ബുദ്ധിമുട്ടുകൾ ദൂരീകരിക്കുക. എന്റെ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെയാണ്. ആ പ്രാർത്ഥന പ്രാവർത്തികമായിട്ട് കടന്നു വരാൻ തുടങ്ങും. അപ്പോഴാണ് ദൈവത്തിന്റെ ശക്തിയും സ്നേഹവും ദൈവത്തിന്റെ മാർഗനിർദ്ദേശവും മൂലം എനിക്ക് സഹായിക്കാൻ കഴിയുന്നവർ. അവർ കാണുന്ന രീതിയിൽ എന്താണ്, മറ്റു പ്രശ്നങ്ങളെ ഞാൻ അതിജീവിക്കുന്നു, ഇത്തരം പ്രയാസങ്ങളെ, അതെല്ലാം എനിക്ക് അതിജീവിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ട് തന്നെ ആ നിർദ്ദേശങ്ങളുടെ ഒപ്പം വിധികൾ ചുരുക്കിക്കൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഒരിക്കലും ന്യായാധിപ സമിതിയിൽ ചേരാനോ, എന്റെ തന്നെ വിധിയുടെ കാര്യത്തിൽ ഞാനല്ല ഡയറക്ടർ, ഞാൻ ചെയ്യേണ്ട പ്രവൃത്തി പറയുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തുടർച്ചയായിട്ട് ചെയ്യുക. ഇനി ഉപകാരം ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിൽ നിന്ന്, അത് വാക്കുകൊണ്ടാണെങ്കിലും പ്രവൃത്തി കൊണ്ടാണെങ്കിലും മാറി നിൽക്കണം എന്ന് എന്നെ തന്നെ വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുകയും, പ്രോഗ്രാം പറയുന്ന രീതിയിൽ എല്ലാ അപാകതകളും എന്നിലുണ്ടെങ്കിലും അതെനിക്ക് സ്വയം സഹതാപമില്ലാതെ മാറ്റാൻ ഒരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിന്റെ സഹായത്തോടു കൂടിയും മറ്റുള്ളവരുടെയും ലിറ്ററേച്ചറിന്റെയും പഠനക്കാരുടെയും ഒക്കെ സഹായത്തോടു കൂടി തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ അത് പ്രാക്ടീസ് ചെയ്ത് പോകൊണ്ട് എന്തായാലും നിങ്ങളോട് ഈ വിഷയത്തിൽ സംസാരിക്കാൻ സാധിച്ചതിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും വിഭാവനം ചെയ്ത സുബോധം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു രാജേഷേട്ടാ.